അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. വേദിയിലുള്ള ബഹുമാന്യനായ അധ്യക്ഷൻ, മറ്റു സംഘടനാ സാരഥികളെ, ഇവിടെ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ വാഴക്കാടിൻ്റെ ഈ അങ്ങാടിക്ക് പരിസരത്ത് ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇങ്ങനെയൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഇശാ നമസ്കാരത്തിന് മുമ്പ് നടന്ന സംസാരങ്ങളിൽ നിന്ന് നിങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഇന്നത്തെ ദിവസം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി പ്രവർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ്. നമ്മുടെ മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലായി വ്യത്യസ്ത വിഷയങ്ങൾ വെച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകൾ. ഇന്ന് ഞാൻ വരുന്നത് മഞ്ചേരിയിൽ നിന്നാണ്. മഞ്ചേരി ബസ് സ്റ്റാൻഡിലായിരുന്നു ഇന്ന് മഗ്‌രിബിന് മുമ്പ് ഈ ധർമ്മസമര സംഗമം എന്ന ഈ പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഇരുവേറ്റിയിൽ ഇന്ന് അവിടെയുള്ള മഹല്ല് സമ്മേളനമുണ്ടായിരുന്നു. രാവിലെ മുതൽ ഏകദേശം ഒരു 2-3 മണി വരെ നീണ്ടു നിൽക്കുന്ന വളരെ മനോഹരമായ ഒരു പ്രോഗ്രാം. നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് തന്നെ മലപ്പുറം ചട്ടിപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് ബഹുമാന്യനായ നമ്മുടെ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരും ഫൈസൽ മൗലവിയും പങ്കെടുത്തുകൊണ്ട് ബഹുമാന്യനായ MLA KPA മജീദ് സാഹിബ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള വളരെ സവിശേഷമായ ഒരു പ്രോഗ്രാം ഇപ്പോൾ ഈ സമയത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോഗ്രാമിൻ്റെ ഒരു പശ്ചാത്തലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ കേരളത്തിൽ കുറച്ചു കാലമായി ഒരു സ്ലീപ്പിംഗ് സെല്ലായി കഴിഞ്ഞുകൂടിക്കൊണ്ടിരുന്ന ഒരാശയമാണ് ഇനി ആരും ഹോസ്പിറ്റലുകളിലേക്ക് പ്രസവിക്കാൻ പോകേണ്ടതില്ല, വീട്ടിൽ വെച്ച് പ്രസവിച്ചാൽ മതിയെന്ന്. അത് വളരെ കാതിൽ നിന്ന് കാതിലേക്കാണ് ആ സന്ദേശം ഈ അടുത്ത കാലം വരെ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത്. എന്നാൽ കുറച്ചു കാലമായി വീട്ടിൽ പ്രസവിച്ച ഉമ്മമാരുടെയും ആ കുട്ടികളുടെയും ഒക്കെ സംഗമങ്ങൾ വിളിച്ചുകൂട്ടി അതൊരു പ്രോഗ്രാമാക്കി മാറ്റി. ഇവരെല്ലാവരും ഇത്ര അത്യാധുനിക സൗകര്യങ്ങൾ ഉണ്ടായിട്ടും വീട്ടിൽ പ്രസവിച്ചവരാണ്, എന്നിട്ട് ഇവർക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസം പകർന്നു നൽകിക്കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് കൂടി ഇനി നിങ്ങൾ ഹോസ്പിറ്റലുകളിലേക്ക് പോകേണ്ടതില്ല, വീട്ടിൽ വെച്ച് പ്രസവിച്ചാൽ മതി. കാരണം ഇവിടെ മറ്റു ജീവജാലങ്ങളൊന്നും ഹോസ്പിറ്റലിൽ പോയി കൊണ്ടല്ല പ്രസവിക്കുന്നത്. ആനയൊക്കെ കാട്ടിൽ വെച്ചുകൊണ്ടാണ് പ്രസവിക്കാറുള്ളത്, ഒരു ഹോസ്പിറ്റലും അവർ കാണാറില്ല എന്നൊക്കെയാണ് ഇതിന് മറുവാദങ്ങളായി, ന്യായീകരണങ്ങളായി അവതരിപ്പിക്കുന്നത്. ആന സ്കൂളിൽ പോകാറില്ല എന്ന് നമുക്കറിയാം, ആന തുണിയെടുക്കാറില്ല എന്ന് നമുക്കറിയാം. ആന ഹോസ്പിറ്റലിലേക്ക് മാത്രമല്ല പോകാതിരിക്കുന്നത്, പള്ളിയിലേക്കും വരാറില്ല. ആനയെപ്പോലെയല്ല മനുഷ്യൻ എന്ന സാമാന്യ ബോധം പോലും മനുഷ്യന്മാർ മറന്നു പോയിക്കൊണ്ട് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന ആ കൃത്യമായ കാഴ്ചപ്പാട് പോലും മറന്നുകൊണ്ടാണ് ഇത്തരം പ്രചാരണങ്ങൾ വലിയ പണ്ഡിതന്മാരാണെന്ന് പറയുന്ന ആളുകൾ യൂട്യൂബിലൂടെ വന്നുകൊണ്ട് സാധുക്കളായ മനുഷ്യന്മാരോട് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവജാലങ്ങൾ, മറ്റു ജീവജാലങ്ങളും മനുഷ്യരും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് അറിയാത്തവരാരാണുള്ളത്?
2 പ്രസവം നടക്കുന്നു. ഒന്ന് തൊഴുത്തിലും ഒന്ന് നമ്മുടെ വീടിന്റെ ഉള്ളിലെ റൂമിലും നടക്കുന്നു. ഒരേ സമയത്താണ് പ്രസവം. പുറത്ത് തൊഴുത്തിൽ പ്രസവിക്കുന്നത് പശുവാണ്, ഉള്ളിൽ പ്രസവിക്കുന്നത് നമ്മുടെ ഉമ്മയാണ്, അല്ലെങ്കിൽ സഹോദരിയാണ്, അല്ലെങ്കിൽ ഭാര്യയാണ്. 2 കുഞ്ഞുങ്ങളും പുറത്തു വരുന്നു. എന്നാൽ ആ പശു പ്രസവിച്ച ആ കുഞ്ഞ് അന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും അത് 4 കാലിൽ നിൽക്കും. അത് അകിടിലേക്ക് സ്വയം പോകും, സ്വയം പാല് കുടിക്കും. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴേക്കും അത് മുറ്റത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ റൂമിനുള്ളിൽ പ്രസവിച്ച ഈ മനുഷ്യ കുഞ്ഞാകട്ടെ ഒന്ന് എഴുന്നേറ്റ് നടക്കണമെങ്കിൽ 1 വർഷമോ 1.5 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ സമയമെടുക്കേണ്ടുന്ന സാഹചര്യമില്ലേ? ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്നത് എന്നാണ്? കുട്ടികളെ പ്രസവിച്ചു കഴിഞ്ഞാൽ വലിയ വാർത്തകളാണ്. എന്ത്? കുട്ടി മൂത്രമൊഴിച്ചു എന്നത് ഒരു വാർത്തയാണ്, കുട്ടി കരഞ്ഞു എന്നത് മറ്റൊരു വാർത്തയാണ്, ആ കുട്ടി തന്നെ പിന്നീട് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചു എന്നതൊരു വാർത്തയാണ്, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു എന്നൊരു വാർത്തയാണ്, അതിനു മുമ്പ് കുട്ടി ഒന്ന് കമഴ്ന്നു കിടന്നു എന്നത് മറ്റൊരു വാർത്തയാണ്. ഇങ്ങനെ മനുഷ്യ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അത് മെല്ലെ മെല്ലെയാണ് വളർന്ന് വികസിച്ചു വരുന്നത് എന്നറിയാത്തവരാരാണുള്ളത്? എന്നിട്ട് ഈ ഒരു പ്രതിഭാസത്തെയാണ് മറ്റു ജീവജാലങ്ങളോട്, പട്ടിയോടും പൂച്ചയോടും മാനയോടും ഒക്കെ ഉപമിച്ചുകൊണ്ട് ഈ അത്യാധുനിക കാലഘട്ടത്തിലും ഇനി ഹോസ്പിറ്റലുകളിലേക്ക് പോകേണ്ടതില്ല, വീട്ടിൽ വെച്ച് പ്രസവിച്ചാൽ മതി എന്ന ഈ വളരെ അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ചിന്താഗതി ഇന്ന് കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രചരണത്തിന്റെ ഊക്ക് ചില ആളുകൾക്ക് അത് തലയിൽ കയറിയതിന്റെ ഭാഗമായിട്ടാണ് ചട്ടിപ്പറമ്പിൽ ഒരു സ്ത്രീ വീട്ടിൽ വെച്ച് പ്രസവിക്കുകയും ആ പ്രസവത്തിന് ശേഷം ഉണ്ടായ ബ്ലീഡിങ് കാരണം അവർ മരണപ്പെട്ടു പോവുകയും ചെയ്തത്. എന്നിട്ട് അവരുടെ ഭർത്താവ് ചെയ്തതെന്താ? തൊട്ട അയൽവാസികൾ പോലും അറിയാതെ ഒരു പായയിൽ ഈ മൃതദേഹം പൊതിഞ്ഞുകൊണ്ട് വണ്ടിയിൽ വെച്ച് പെരുമ്പാവൂരിലേക്ക് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് അയൽവാസികളും നാട്ടുകാരും വിവരമറിഞ്ഞ് പോലീസിൽ വിവരം കൊടുത്ത് പിന്നീട് അവിടെ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ഈ മയ്യത്ത് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പൊ ഏതായിരുന്നാലും അതിന് നിയമ നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ ആ ഒരു സംഭവം നടന്ന ആ ചട്ടിപ്പറമ്പിൽ വെച്ചുകൊണ്ടാണ് ഇന്ന് എന്താണ് ഇങ്ങനെ നടക്കുന്നതിന്റെ പിന്നിലുള്ള പിന്നാമ്പുറ കഥകൾ. ഇത് ഒരു ഐസ്ബർഗ് മാത്രമാണ്. ഇത് കടലിൽ ഉയർന്നു നിൽക്കുന്ന ഏതാനും ഒരു ഐസിന്റെ ഒരു കഷ്ണം മാത്രമാണ് ഈ കാണുന്നത്. ഒരു വലിയ മഞ്ഞുമല അതിന്റെ അടിയിലുണ്ട്. അതിന്റെ പിന്നിൽ ഒരു വലിയ വിശ്വാസമുണ്ട്, ഒരു ആശയമുണ്ട്, ഒരു ആദർശമുണ്ട്. അതാരാ? ഇന്ന് യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില മുസ്ലിയാക്കന്മാരാണ്. യൂട്യൂബിൽ വന്നുകൊണ്ട് ഒരു വലിയ തലയിൽ കെട്ടും നീളമുള്ള ഒരു നാവും രാവിലെ അങ്ങ് വന്ന് അത് ഓൺ ചെയ്ത് ആളുകളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ലോകത്ത് മനുഷ്യന്മാർ അനുഭവിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ ഞങ്ങളുടെ അടുക്കൽ പരിഹാരമുണ്ട് എന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ തട്ടാത്ത, നാവിൽ നിന്ന് മാത്രം പുറത്തേക്ക് വരുന്ന കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരന്റെ പണം വസൂലാക്കുന്നതിന് വേണ്ടി ഓരോരുത്തരും യൂട്യൂബിൽ വന്നുകൊണ്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ സംസാരിക്കുന്നത് ശുദ്ധ കാപട്യമാണ്, അത് ശുദ്ധ കച്ചവടമാണ്, ആ ആത്മീയ കച്ചവടമാണ് എന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത്? എന്തേ കാരണം? അതിന്റെ ഒക്കെ കൂടെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കും. ഈ ഗൂഗിൾ പേ നമ്പർ കൊടുക്കണതിനാ പൈസ ഉണ്ടാക്കാൻ തന്നെ, വേറൊന്നുമല്ല. ഇന്ന് ഓരോ കേന്ദ്രങ്ങളിലും ഇങ്ങനെയുള്ള ചില മുസ്ലിയാക്കന്മാര് താവളമടിക്കുകയും ജീവിതത്തിന്റെ ഒരു മാർഗമായി ഇത് മാറ്റിയെടുക്കുകയും ചെയ്യുകയാണ്. ഇന്ന് വിദേശത്ത് നിന്ന് ജോലി നഷ്ടപ്പെട്ട് വന്ന ഒരുപാട് പ്രവാസികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ നെട്ടോട്ടമോടുകയാണ്. ആദ്യമൊക്കെ വരുമ്പോ പറയുന്നത് ഇനി ഗൾഫ് നിർത്തി എന്ന് പറയും. ഗൾഫ് നിർത്തി, ഇനി പോണില്ല, തിരിച്ചു പോണില്ല, നാട്ടിലെന്തെങ്കിലും നോക്കണം എന്ന് പറയും. ഉറപ്പല്ലേ എന്ന് വെച്ചാൽ ഉറപ്പാന്ന് പറയും. പിന്നെ 2-3 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 5-6 മാസം കഴിഞ്ഞ് പിന്നെ എവിടുന്നെങ്കിലും നമ്മൾ കാണുമ്പോൾ പറയും 2-3 സംരംഭമൊക്കെ തുടങ്ങി നോക്കി, ഒന്നും ശരിയാണില്ല, അപ്പൊ ഞാൻ വീണ്ടും ഒന്നും കൂടി പോയി നോക്കാണ്. ഇതാണ് ഇപ്പം ചെറുപ്പക്കാരവസ്ഥ. അതായത് എന്ത് ബിസിനസ്സിലും കച്ചവടത്തിലും കാലൂന്നിയാലും അവിടെ വേരുറക്കാത്ത ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. എന്നാൽ ഇന്ന് ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഈ ആത്മീയതയാണ്, ഈ ആത്മീയ ചൂഷണമാണ്. ആ ആത്മീയ ചൂഷണത്തിന് വേണ്ടി ഒരു വലിയ കുപ്പായവും അതുപോലെ തന്നെ ഒരു തലയിൽ കെട്ടും ഈ രീതിയിൽ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങിയാൽ പിന്നെ അവന് മാത്രമല്ല, അവന്റെ ഒരുപാട് തലമുറകൾക്ക് ജീവിച്ചു പോകാനുള്ള സ്വത്ത് വാരിക്കൂട്ടുവാൻ കഴിയും എന്നുള്ള ഒരു സാഹചര്യം ഇന്നുണ്ട്. അങ്ങനെ ഇയാൾക്ക് തന്നെ മരണപ്പെട്ടിരിക്കുന്ന ആ സ്ത്രീയുടെ ഭർത്താവ് നടത്തുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ആ പേര് പറയണില്ല. ആ യൂട്യൂബ് ചാനലിലൂടെ സ്ഥിരമായിട്ട് പ്രചരിപ്പിച്ചിരുന്നത് എന്താ? ഈ ആശയങ്ങൾ തന്നെയാണ്. CM മടവൂരിനെ കുറിച്ച് പുകഴ്ത്തി പാടുന്നതായിരുന്നു.
ആ CM മടവൂരിനെ കുറിച്ച് പറഞ്ഞിരുന്നത് എന്താ? ജയിലിൽ പോയ ആളുകളെ വരെ രക്ഷപ്പെടുത്താൻ അദ്ദേഹം ഓടിയെത്തിയിട്ടുണ്ട്. സൗദിയിൽ, വിദേശ രാഷ്ട്രങ്ങളിൽ ജയിലിൽ കിടക്കുന്ന ആളുകളെ വരെ രക്ഷപ്പെടുത്താൻ CM മടവൂരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു ആ ഒരു യൂട്യൂബ് ചാനലിലൂടെ പ്രസംഗിച്ചിരുന്നത്. ആ പ്രസംഗിച്ചത് സത്യമായിരുന്നുവെങ്കിൽ ഇന്ന് ആ പ്രസംഗിച്ച വ്യക്തി ഇന്ന് ജയിലിലാണ്. അദ്ദേഹത്തെ ഇറക്കിക്കൊണ്ടുവരാൻ ആ CM മടവൂരിനെ കൊണ്ട് അദ്ദേഹത്തിന് പോലും സാധിക്കുന്നില്ല എന്നതിന്റെ അടിസ്ഥാനം ചിന്തിക്കുവാൻ നമ്മുടെ മനുഷ്യന്മാർക്ക് കഴിയുന്നില്ല എന്നതാണ് നമ്മെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ഈ വാഴക്കാടും അതുപോലെ തന്നെ എടവണ്ണപ്പാറ പരിസരത്തും ഇതുപോലെയുള്ള താവളങ്ങളുണ്ട് എന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത്? ഇതിവിടെ മാത്രമല്ല, പല സ്ഥലത്തും ഇതുപോലെയുള്ളത് കൂടുപോലെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിലാണ് തുടങ്ങുക. അതിൽ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നാട്ടുകാർക്ക് അതിൽ വലിയ മതിപ്പൊന്നും ഉണ്ടാവില്ല. നാട്ടുകാർക്ക് അവരുടെ കാലഘട്ടം അറിയാം, അവരെവിടെ നിന്ന് വന്നവരാണെന്നറിയാം, അവരുടെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ അറിയാം. പക്ഷേ സാധുക്കളായ ദൂരം കൂടുന്തോറും ഇതിന് മഹത്വം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്ന വണ്ടികൾ പലപ്പോഴും ബ്ലോക്ക് ആവാറുണ്ടല്ലോ. ഈ അങ്ങാടി ബ്ലോക്കായി നിൽക്കുന്ന ആ വണ്ടികളുടെ രജിസ്ട്രേഷൻ നമ്പറുകൾ നിങ്ങൾ നോക്കൂ. അത് മറ്റു ജില്ലകളിലായിരിക്കും. അതങ്ങ് തിരുവനന്തപുരം വരെ, കാസർഗോഡ് വരെയുള്ള ആ മനുഷ്യരാണ് ഇവരുടെ പേര് കേട്ടുകൊണ്ട് ഈ യൂട്യൂബ് ചാനലിൽ ഇവർ വായിട്ടലക്കുന്നതിൽ അവർ അതിൽ ആകൃഷ്ടരായിക്കൊണ്ട് വണ്ടിയും ഓടിച്ച് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് വരുന്നത്. ഞാൻ പറയുന്നത്, അത്തരം ആളുകൾ ഉണ്ടാക്കി വെക്കുന്ന അപകടത്തിന്റെ ആഴവും പരപ്പും എത്രത്തോളം ഉണ്ട് എന്നതിന്റെ ഒരു അടയാളമാണ് ചട്ടിപ്പറമ്പിൽ നിന്ന് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് എല്ലാവരും ഇത്തരം ആത്മീയ ചൂഷണങ്ങൾക്ക് എതിരിൽ, തട്ടിപ്പിനെതിരിൽ, മനുഷ്യരെ കൊല ചെയ്യുന്നതിനെതിരിൽ അതിശക്തമായി രംഗത്ത് വരേണ്ടുന്ന ഒരു പ്രത്യേക സന്ദർഭം കൂടിയാണിത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ചേർത്ത് വെക്കുകയാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ശാഖാതല പ്രോഗ്രാം ആകട്ടെ, അതിന്റെ ഒരു സ്ക്വാഡ് വർക്ക് ആകട്ടെ, അതിന്റെ ഒരു നോട്ടീസ് ആകട്ടെ, അതിന്റെ ഇതുപോലെയുള്ള ഒരു പൊതുയോഗമാകട്ടെ, ഇനി മെയ് 11-ാം തീയതി പെരിന്തൽമണ്ണയിൽ നടക്കാനിരിക്കുന്ന ഐതിഹാസികമായ ആ വിദ്യാർത്ഥി സമ്മേളനമാകട്ടെ, അതിന്റെ തലയെടുപ്പുള്ള മിനിയൂട്ടിയിലെ ജാമിയ അൽ ഹിന്ദ് എന്ന് പറയുന്ന സ്ഥാപനമാകട്ടെ, അതിന്റെ പീസ് റേഡിയോ ആകട്ടെ, അതിന്റെ നേർപ്പദം വാരികയാകട്ടെ, അതിന്റെ സകലമാന ഓൺലൈനിലൂടെയുള്ള അതിശക്തമായ പ്രബോധന സംരംഭങ്ങളാകട്ടെ, അതൊന്നും ഒരു പ്രത്യേകമായ ഒരു വികാരത്തിന്റെ പേരിൽ തട്ടിക്കൂട്ടിയ പ്രവർത്തനങ്ങളല്ല. മറിച്ച് ഈ നാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിനുള്ള പരിഹാരങ്ങളാണ് ഇതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടാനുണ്ടായ കാരണം എന്താണ് എന്ന് മുൻ പ്രാസംഗികർ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന അതിശക്തമായ സവിശേഷമായ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലും പട്ടണ പ്രദേശങ്ങളിലുമെല്ലാം ഈ ശബ്ദം ഇന്ന് ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയും 17-ാം തീയതിയോടും കൂടി കേരളത്തിന്റെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും എല്ലാ പട്ടണ പ്രദേശങ്ങളിലും ഈ ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന ഈ പ്രമേയവുമായി വിസ്ഡം സ്റ്റുഡൻസിന്റെ പ്രവർത്തകന്മാർ അതിശക്തമായ ഒരു പോരാട്ടത്തിന് തന്നെ തിരികൊളുത്തിരിക്കുകയാണ്. അതിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടായിരിക്കും മെയ് 11-ാം തീയതി ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കുകയാണ് എങ്കിൽ പെരിന്തൽമണ്ണയിൽ ഒരു ഐതിഹാസികമായ ഒരു ചരിത്രപരമായി ചരിത്രത്തിലെന്നും കോറിയിടപ്പെടുന്ന, ഇതിന്റെ മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി നിരയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന ഏതെല്ലാം സമ്മേളനങ്ങളുണ്ടോ ആ സമ്മേളനങ്ങളെയൊക്കെ ചരിത്രത്തിന്റെ ഏടിലേക്ക് എഴുതി ചേർക്കാൻ പറ്റുന്ന രീതിയിലുള്ള മറ്റൊരു സമ്മേളനത്തിനാണ് ഇൻഷാ അല്ലാഹ് പെരിന്തൽമണ്ണ സാക്ഷിയാകാൻ പോകുന്നത്. അതിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ ധർമ്മസമര സംഗമം എന്ന ഈ ഒരു സവിശേഷമായ പ്രോഗ്രാം ഈ വാഴക്കാടും നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്നെ കേൾക്കുന്നവരിൽ രക്ഷിതാക്കളുണ്ട്, ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, യുവാക്കളുണ്ട്, അതുപോലെ വിദ്യാർത്ഥികളുണ്ട്, എല്ലാവരുമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകന്മാര് മാത്രമല്ല, അതിനെ വളരെ വളരെ കൗതുകത്തോടു കൂടി നോക്കിക്കാണുന്ന അനുഭാവികൾ ഇത് കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാകുന്നു. ഒരു വേള പല തെറ്റിദ്ധാരണകളിൽ അകപ്പെട്ടുകൊണ്ട് ഇതിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളും ഒരുപക്ഷെ ഈ സംസാരത്തിന്റെ പരിധിയിലുണ്ടാകും. ഞാൻ പറയുന്നു, ഇത് സംഘടിപ്പിക്കുന്നത് വിസ്ഡം സ്റ്റുഡൻസ് ആണ് എങ്കിലും ഇതിന്റെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്, ഇതിന്റെ ആവശ്യക്കാരെന്ന് പറയുന്നത് നമ്മളെല്ലാവരുമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ സംഘടനാ സങ്കുചിതത്വങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഇത് നമ്മുടെ മക്കളുടെ ഒരു പ്രശ്നമാണ്
എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പരിഹാരത്തിന്റെ കൂടെ നടക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നാണ് വളരെ വിനയ പുരസ്സരം ആമുഖമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന ഈ പ്രമേയത്തിന്റെ ഉള്ളടക്കം വളരെ ആഴവും പരപ്പുമുള്ളതാണ്. കുട്ടികൾ ഇന്ന് സമരത്തിന്റെ ലോകത്ത് തന്നെയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്ന് സമരത്തിന്റെ ലോകത്താണ്. പക്ഷേ ആ സമരം ആരോടാണ്? താൻ ഏതൊരു ഗർഭപാത്രത്തിലാണോ ഉരുവം കൊണ്ടത്, ഏതൊരു ഗർഭപാത്രത്തിൽ നിന്നാണോ താൻ ഇറങ്ങിപ്പോന്നത്, അതിന്റെ ഉടമയായ ആ ഉമ്മയോടാണ് ഇന്ന് പുതുതലമുറ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതൊരു ബീജത്തിൽ നിന്നാണോ അവന് ജന്മം കൊണ്ടത്, ആ ബീജത്തിന്റെ ഉടമയായ സ്വന്തം പിതാവിനോടാണ് ആ വിദ്യാർത്ഥി ഇന്ന് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരോടാണ് അവൻ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവന് കാവലായി നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന അവന്റെ കുടുംബാംഗങ്ങളോടും അവന്റെ അമ്മാവന്മാരോടുമാണ് അവൻ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവന്റെ നാട്ടുകാരോടാണ് അവൻ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവന്റെ സഹപാഠികളോടാണ് അവൻ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് ആ സമരം? അത് നെഗറ്റീവായ ഒരു സമരമാണ് ഇന്ന് നമ്മുടെ പുതുതലമുറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമരം, ആ വെല്ലുവിളി ഇന്ന് എല്ലാ വേലികളും പൊളിച്ചുകൊണ്ടാണ് ഒരു കടിഞ്ഞാണില്ലാത്ത കുതിര കുതിച്ചു പായുന്നത് പോലെയാണ് ഇന്ന് നമ്മുടെ ന്യൂ ജനറേഷൻ ഈ സമൂഹത്തിന്റെ ഉള്ളിലൂടെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ അടയാളങ്ങൾ പറഞ്ഞുകൊണ്ട് സമയം കളയേണ്ടതില്ല. നിങ്ങൾ എല്ലാവരും ആ വാർത്തകൾ വായിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അത് ദൃശ്യമാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നവരും കണ്ടുകൊണ്ടിരിക്കുന്നവരുമാണ്. അത് ഇന്നെവിടെ എത്തി? താമരശ്ശേരിയിൽ നിന്ന് കേട്ട വാർത്ത നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഒരു മകൻ, അവൻ ലഹരിക്കടിമയായതിന്റെ പേരിൽ അവനെ നന്നാക്കിയെടുക്കാൻ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ആക്കിയതാണ്. അവിടെ ദിവസങ്ങളോളം മാസങ്ങളോളം ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സ നടത്തി അവിടെ നിന്ന് തിരിച്ചു വന്ന് ഉടനെ അവൻ ചെയ്തതെന്താ? ട്യൂമർ ബാധിച്ച് കിടക്കുന്ന സ്വന്തം ഉമ്മയുടെ അടുത്തുപോയി അയൽപ്പക്കത്തു നിന്നൊരു കത്തി വാങ്ങി ഉമ്മയുടെ കഴുത്തറുത്ത് കൊന്നത്. ആ വാർത്ത വായിച്ചിട്ട് അധിക മാസങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ല. 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരം വെഞ്ഞാറമൂട് എന്ന് പറയുന്ന പ്രദേശത്ത് സ്വന്തം വീട്ടിലെ കുടുംബാംഗങ്ങളെയാണ് 5ഓളം ആളുകളെ കൊന്നു എന്ന് മാത്രമല്ല, വളരെ പ്രാകൃതമായി ഒരു ആമർ ഉപയോഗിച്ചുകൊണ്ട് തലക്കടിച്ചു കൊന്നു എന്നാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. ഇപ്പോഴും അതിന്റെ ഒരു ഞെട്ടലിൽ നിന്ന് നമ്മൾ ആരും മുക്തമായിട്ടില്ല. ഒരു പൂച്ചക്കുട്ടി ഇവിടെ വന്നാൽ ഈ ഇരിക്കുന്ന ആരെങ്കിലും ഒരാളോട് ഒരു ചുറ്റിക കയ്യിൽ കൊടുത്ത് ആ പൂച്ചക്കുട്ടിയുടെ തലക്കടിച്ചു കൊല്ലണമെന്ന് പറഞ്ഞാൽ ഇത് ഇരിക്കുന്ന ആളുകളിൽ നിന്ന് എത്ര ആളുകളുടെ കൈ അവര് പൊങ്ങി വരുമെന്ന് ആലോചിച്ചു നോക്കൂ. ഒരു പട്ടിക്കുട്ടിയെ അതുപോലെ തല്ലിക്കൊല്ലണമെന്ന് പറഞ്ഞാൽ എത്ര ആളുകൾക്ക് സാധിക്കും? ഒരടി അടിക്കും. അതിന്റെ കരച്ചിൽ കേൾക്കുമ്പോ രണ്ടാമത്തെ അടി അടിക്കാൻ നമ്മുടെ കൈ പൊന്തില്ല. അത്ര ദുർബലന്മാരാണ് മനുഷ്യന്മാര്. എന്നിട്ട് എന്തേ സുഹൃത്തുക്കളെ, സ്വന്തം മനുജനെ മന്തി വാങ്ങിക്കൊടുത്ത് അത് തിന്നുന്നത് കാണുന്ന ആ കൗതുകം മനസ്സിലോർത്തുകൊണ്ടാണ് ആ കുട്ടിയുടെ തലയിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് ഒരാർപ്പാർക്കുമ്പോഴും കരയുമ്പോഴും ആ കരച്ചിലിന്റെ മുഖത്ത് വീണ്ടും മടിയടിച്ചുകൊണ്ട് ആ കുഞ്ഞു പൈതലിനെ കൊന്നുകളയുന്നത് നമ്മൾ കാണുന്നത്, വല്യമ്മയെ കൊല്ലുന്നത് നമ്മൾ കാണുന്നത്. എന്നിട്ട് പറയുന്നത് എന്താ? കുറച്ചാളുകളോട് എനിക്ക് കോപമുണ്ടായത് കൊണ്ട്, ദേഷ്യമുണ്ടായത് കൊണ്ടാണ് ഞാൻ കൊന്നത് എന്നാണ്. വേറെ കുറച്ചാളുകളോട് എനിക്ക് വല്ലാത്ത സ്നേഹമുണ്ടായത് കൊണ്ടാണ് ഞാൻ കൊന്നത് എന്നാണ്. ഇതിന്റെ ഒരു ഉത്തരം നമുക്ക് മനസ്സിലാകുന്നില്ല, ഇല്ലേ? ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് താമരശ്ശേരിയിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടു. ഷഹബാസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയതാണ്, അവന്റെ ഉപ്പയെ കണ്ടതാണ്, അവരെ വീട് സന്ദർശിച്ചതാണ്. അവരുടെ പ്രയാസങ്ങൾ കേട്ടു നോക്കുമ്പോൾ ദിവസങ്ങളോളം നമുക്ക് വല്ലാതെ മനസ്സിൽ നിന്ന് പോകാത്ത സാഹചര്യമാണ്. നമ്മുടെ മകൻ സ്കൂളിലേക്ക് പോയിട്ട് അവൻ ആൾക്കൂട്ടത്തിൽ വെച്ചുകൊണ്ട് നഞ്ചക്ക് ഉപയോഗിച്ചുകൊണ്ട് അടികിട്ടി മരിച്ചു എന്ന് പറയുമ്പോൾ ഒരു രക്ഷിതാവിനത് സഹിക്കാൻ കഴിയുമോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എല്ലാത്തിന്റെയും പിന്നിൽ DJ പാർട്ടികളാണ്, എല്ലാത്തിന്റെയും പിന്നിൽ മയക്കുമരുന്നുകളാണ്, എല്ലാത്തിന്റെയും പിന്നിൽ ഈ സമൂഹത്തോടുള്ള വല്ലാത്ത ഒരു വെറുപ്പും വിദ്വേഷവുമാണ്. അങ്ങനെ ഒരു തലമുറ ഇവിടെ വളർന്നു വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇത് പറയുമ്പോൾ എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഒരു ഉമ്മ എന്റെ അടുക്കൽ വന്ന ഓർമ്മയാണ്. ആ ഉമ്മ വന്നിട്ട് പറയുന്നത്, കുറെ ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാൻ പോലും പ്രയാസമാണ്, നിങ്ങൾ എന്തെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. അതിന്റെ കൂടെയാണെങ്കിലോ ഞാൻ വല്ലാത്തൊരു രോഗിയായി മാറിയിട്ടുണ്ട്. എനിക്ക് ഒരാഴ്ചയിൽ തന്നെ ഇത്ര ഗുളിക വേണം, ആ മരുന്ന് വാങ്ങാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. മരുന്ന് കുടിക്കാത്തത് കൊണ്ട് എന്റെ രോഗം മൂർച്ഛിച്ചിരിക്കുകയാണ്. അപ്പൊ എനിക്കൊരു ഓർമ്മയുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊരു മകൻ ഉണ്ടായിരുന്നല്ലോ, ആ മകൻ നിങ്ങളെ പരിഗണിക്കില്ലേ, നോക്കില്ലേ, സംരക്ഷിക്കില്ലേ എന്ന് ചോദിച്ചപ്പോ ആ ഉമ്മ കരയുകയാണ്. ഉമ്മ പറയണ, എന്നെ അവൻ നോക്കേണ്ടിയിരുന്നില്ല, അവന്റെ നോട്ടം എനിക്ക് ആവശ്യമില്ല, അവൻ വീട്ടിലേക്ക് വരാതിരുന്നെങ്കിൽ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. എന്തേ കാരണം?
പ്രത്യേകിച്ച് ഒരു ജോലിക്കൊന്നും പോകുന്നില്ല, മയക്കുമരുന്നിന് അടിമയാണ്, ഈ MDMA അടിമയാണ്. ഒരു ജോലിയുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ മയക്കുമരുന്നിന് അടിമയായ എന്താ സംഭവിക്കുക? അതും രക്തത്തിൽ നിന്ന് അതുകൊണ്ട് ഒഴിഞ്ഞു പോയാൽ അത് കിട്ടിയില്ലെങ്കിൽ അവന് വയലന്റ് ആവും. അപ്പൊ എന്ത് ചെയ്യും? നേരെ ഉമ്മാന്റെ അടുത്തേക്ക് വരും, ഉമ്മാനോട് കാശ് ചോദിക്കും. ഈ ഉമ്മാക്ക് എടുത്തു കൊടുക്കണ്ടാവൂല. അപ്പൊ ഇവൻ വയലന്റ് ആവും. അടുക്കളയിൽ പോയി കത്തി എടുത്തുകൊണ്ട് വരും, കറിക്കത്തി കൊണ്ട് വന്ന് കണ്ടത് ഈ കത്തി കൊണ്ട് ഞാൻ ഇപ്പൊ കുത്തു, എനിക്ക് വേറെ തരണം എന്ന് പറയും. അവസാനം നിവൃത്തിയില്ലാതെ തൊഴിലുറപ്പിന് പോകുമ്പോ കിട്ടുന്ന ആ മുഷിഞ്ഞ 100ന്റെ നോട്ടുകൾ ഉണ്ടല്ലോ, അതെടുത്തുകൊണ്ടുവന്ന് കയ്യിൽ വെച്ച് കൊടുക്കും. വിറക്കുന്ന കൈകളോട് കൂടിയാണ് കൊടുക്കുന്നത്. ആ കൊടുക്കുന്നത് ഈ കുട്ടിക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഫീസ് കൊടുക്കാനുള്ള പണമല്ല കൊടുക്കുന്നത്, ഭക്ഷണത്തിനുള്ള പണമല്ല കൊടുക്കുന്നത്, പച്ചക്കറി വാങ്ങാനുള്ള പണമല്ല കൊടുക്കുന്നത്. മറിച്ച് ലഹരി ഉപയോഗിക്കുവാനും അവരുടെ ഉമ്മ സ്വന്തം മകന്റെ കയ്യിൽ പണം വെച്ചു കൊടുക്കേണ്ടുന്ന ഒരു നിവൃത്തികേടിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അതും ഉപയോഗിച്ചുകൊണ്ട് രാത്രി അവൻ വീട്ടിലേക്ക് കയറി വന്നാൽ എപ്പോഴാണ് എന്നെ അവൻ കൊല്ലുക എന്ന് എനിക്കറിയില്ല എന്നാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് കേരളത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നത്തെ പകൽ ഉദിച്ചുയർന്ന് ഇന്ന് വൈകുന്നേരമായപ്പോഴേക്കും കേരളത്തിൽ 3 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. 3 കൊലപാതകങ്ങൾ. ഇപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഫൈസൽ സാഹിബ് ഒരു പോസ്റ്റർ എനിക്ക് കാണിച്ചു. അതിലുള്ളത് എന്താ? ലഹരി ഉപയോഗിച്ച ഒരു ജ്യേഷ്ഠൻ അനുജനെ തച്ചു കൊന്നിരിക്കുന്നു. വേറെ എവിടെയെങ്കിലും അല്ല, നമ്മുടെ ജില്ലയിലാണത്. ഓരോ ദിവസവും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഈ സ്പീക്കറിലൂടെ കേൾക്കുന്ന ശബ്ദം വിസ്ഡം സ്റ്റുഡൻസ് സംഘടിപ്പിക്കുന്ന ആ സമ്മേളനത്തിന്റെ പ്രമേയമാണ് വിശദീകരിക്കുന്നത് എങ്കിലും സംഘടനാ സങ്കുചിതത്വങ്ങൾ മാറ്റിവെച്ച് നമ്മുടെ വീടുകളിൽ നമുക്ക് മക്കളുണ്ട് എങ്കിൽ ആ മക്കൾ കടാരയുമായി നമ്മുടെ മുമ്പിലേക്ക് വരാതിരിക്കണം. അത് വിസ്ഡത്തിന്റെ പ്രവർത്തകരുടെ മാത്രം വിഷയമല്ല, അത് ഇവിടുത്തെ മുജാഹിദുകളിലെ ഏതൊക്കെ സംഘടനകളുണ്ടോ അവരുടെയൊക്കെ പ്രശ്നമാണ്. ഇവിടെ മുസ്ലിം സംഘടനകൾ ഏതൊക്കെയുണ്ടോ അവരുടെ എല്ലാം പ്രശ്നങ്ങളാണ്. ഇവിടെ ഹൈന്ദവ സുഹൃത്തുക്കളുണ്ടോ അവരുടെ എല്ലാം പ്രശ്നങ്ങളാണ്. ഇവിടെ ക്രൈസ്തവരുടെ പ്രശ്നങ്ങളാണ്. മനുഷ്യരായി പറന്നു വീണ മക്കളുള്ള ആരൊക്കെയുണ്ടോ, കുടുംബങ്ങൾ ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാവരുടെയും ഒരു വിഷയമാണ് ഈ സമ്മേളനം ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇന്ന് പ്രശ്നങ്ങളെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലേ? പത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കി നിങ്ങൾ, വാർത്തകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. മുഖപ്രസംഗം എഴുതിയിട്ടുണ്ടാവും, ലേഖനം എഴുതിയിട്ടുണ്ടാവും. രാത്രിയിൽ അന്തിച്ചർച്ചകൾ എടുത്ത് പരിശോധിച്ച് നോക്കി നിങ്ങൾ, ആ അന്തിച്ചർച്ചകളിലും പറയുന്നത് എന്താ? ഇന്നയാള് മരിച്ചു, ഇന്ന രീതിയിൽ നടന്നു, അവനെ പിടിച്ചു കൊണ്ടുപോകുന്നതും അവനെ കയ്യാമം വെക്കുന്നതും തെളിവെടുക്കാൻ കൊണ്ടുപോകുന്നതും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അവസാനം ഈ ആങ്കർമാര് പറയുന്നത് എന്താ? എന്തു പറ്റി നമ്മുടെ കേരളത്തിന്? എന്നാണ് ഈ കേരളം രക്ഷപ്പെടുക? അല്ലേ? എന്താ സംഭവിക്കുന്നത്? മന്ത്രിമാര് വരുന്നു, ഞെട്ടുന്നു, വീണ്ടും ഞെട്ടുന്നു. എന്താ നമ്മുടെ നാടിന് സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്നു. എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, ചോദ്യങ്ങൾ ചോദിച്ച് പറകൊട്ടു പോവുകയാണ്. എന്നിട്ടോ കൊതുകിനെ നമ്മൾ കൊല്ലണമെങ്കിൽ എന്താ വേണ്ടത്? കൊതുകിനെ കൊല്ലണമെങ്കിൽ തരാതരം ബാറ്റുകൾ മാറ്റി ഉപയോഗിച്ചു കൊണ്ടുകൊണ്ട് കൊതുകില്ലാതെ ആവില്ല. ആ കൊതുക് ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്താ? അഴുക്ക് ചാലുകളാണ്. അഴുക്ക് വെള്ളങ്ങൾ എവിടെയൊക്കെ തളം കെട്ടി കിടക്കുന്നുവോ അവിടെയാണ് കൊതുക് മുട്ടയിടുന്നത്. അതുകൊണ്ടാണ് ഡ്രൈ ഡേ എന്ന് പറഞ്ഞ് നമ്മൾ ആചരിക്കാറുണ്ട് ചില ഞായറാഴ്ചകളിൽ. എന്താ അന്ന് ചെയ്യേണ്ടത്? കുട്ടികളോടൊക്കെ ഞങ്ങൾ സ്കൂളിലൊക്കെ അധ്യാപകർ പറയുന്ന കാര്യമാണ് എന്ത്? സ്കൂളിന്റെ ചുറ്റുപാടുകളിലുള്ള എല്ലാ റബ്ബറും തോട്ടത്തിലും അതുപോലെ തന്നെ വീടകങ്ങളിലും ഒക്കെയുള്ള ചിരട്ടകളൊക്കെ കമഴ്ത്തി വെക്കണം. എവിടെയും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല, കൊതുകിന് മുട്ടയിടാനുള്ള ഒരു സാഹചര്യം എവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആചരിക്കാറുണ്ട്. അതെന്താ സംഭവം? കൊതുകില്ലാതെയാക്കാൻ കേവലം തിരി കത്തിച്ചു വെച്ചത് കൊണ്ടോ ഒരു ഇലക്ട്രിക് ബാറ്റ് എടുത്ത് മിന്നിയത് കൊണ്ടോ ആ കൊതുക് ഇല്ലാതെയാവുകയില്ല. മറിച്ച് ഇതിന്റെ അടിസ്ഥാന കാരണങ്ങൾ ആ ഓട ഒഴുക്കി കളയണം, അഴുക്ക് ചാല് തുറന്നു വിടണം, എങ്കിൽ മാത്രമേ ശാശ്വത പരിഹാരമാവുകയുള്ളൂ. അതുപോലെ ഈ ലഹരിയുടെ, ഈ സ്ത്രീ പീഡനത്തിന്റെ, ഈ വഞ്ചനയുടെ, ഈ ചതിയുടെ, ഈ കുറ്റകൃത്യങ്ങളുടെ, ഈ വിചിത്രമായ കൊലപാതകങ്ങളുടെ പ്രശ്നങ്ങളുടെ നാരായ വേരിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അതിന്റെ കാരണങ്ങളെ ഇല്ലാതെയാക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ കാരണത്തെക്കുറിച്ചാണ് എനിക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളോട് പറയാനുള്ളത്. അതിന്റെ പരിഹാരങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത്. അത് നമ്മൾ കേട്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ അത് നടപ്പാക്കണം, അതിന്റെ പരിഹാരം നടപ്പാക്കണം, നമ്മുടെ നാട്ടിൽ ഈ സന്ദേശം എത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്താ കാര്യം? ഇപ്പൊ ഇന്ന് പോരുമ്പോ മഞ്ചേരിന്ന് ഭയങ്കര തിരക്കാണ്, ട്രാഫിക്കാണ്. അപ്പൊ തൊട്ട് മുമ്പിലൊരു വണ്ടിയുണ്ട്. ആ വണ്ടി അലങ്കരിച്ചിട്ടുണ്ട്, മനോഹരമായി അലങ്കരിച്ചൊരു വണ്ടിയാണ്. ഏതോ ഒരു സംഘടന നടത്തുന്ന ഒരു ക്യാമ്പയിനിന്റെ വണ്ടിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ അതിന്റെ പിന്നിൽ നിൽക്കുമ്പോൾ അതിമുള്ളതൊക്കെ വായിച്ചു നോക്കുമല്ലോ. വായിച്ചു നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ലഹരിക്ക് എതിരിലുള്ള ബോധവൽക്കരണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഒരുപാട് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്, ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്.
ആ ചിത്രങ്ങളിൽ എന്താന്ന് ചോദിച്ചാൽ ഈ ലഹരി സാധനങ്ങൾ നാവിനടിയിലും ചുണ്ടിനടിയിലും ഒക്കെ വെച്ച് വെക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ക്യാൻസറുകൾ, എന്നിട്ട് അവരുടെ ചുണ്ട് ഇങ്ങനെ പൊട്ടി നിൽക്കുന്ന, വളരെ കണ്ടാൽ തന്നെ ഒരൊറ്റ നോട്ടേ നമ്മൾ നോക്കുള്ളൂ, വായിൽ ക്യാൻസർ വന്ന രംഗങ്ങൾ, അതേപോലെ തന്നെ അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ, അതിന്റെ കണക്കുകൾ, ഇതൊക്കെ ഇങ്ങനെ മൊത്തം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊക്കെ അത് കാണുമ്പോൾ പടച്ചോനെ അതങ്ങനെ ഉപയോഗിച്ച് അങ്ങനെ സംഭവിക്കൂലേ, എന്നാ നമുക്ക് വേണ്ടെന്ന് നമുക്ക് തോന്നും. നിങ്ങൾക്കറിയോ, പുതിയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം പൊട്ടിത്തരിക്കൂല ഇതൊന്നും കണ്ടാൽ, ഒരു പ്രശ്നം അവർക്ക് തോന്നില്ല. അതിലേക്ക് നോക്കിക്കൊണ്ട് അവർ എന്ത് ചെയ്യും, പോക്കറ്റിലുള്ള സാധനം എടുത്തുകൊണ്ട് ഉപയോഗിക്കും. എന്താ വിഷയം എന്നറിയില്ല, കാരണം ഞാൻ പറയുന്നത്, ഇവരുടെ മനസ്സിൽ ഒരു ചിന്ത കടന്നു കയറിയിട്ടുണ്ട്. എന്താണ് ആ ചിന്ത എന്നറിയോ? അത് ഞാൻ അവരെ കുറ്റം പറയില്ല, ഇവിടെയും കുറെ കുട്ടികൾ ഇരിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെയൊന്നും കുറ്റം പറയാൻ നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വന്ന ഒരു ചിന്തയാണ്. അതിന്റെ പേരാണ് മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറയുന്നത്. എന്റെ ശരീരം എന്റെ അവകാശമാണ്. ഇത് യാദൃച്ഛികമായി ഉണ്ടായതല്ല, ഇതിവിടെ വളരെ ബോധപൂർവം ഉണ്ടാക്കിയതാണ്. എന്താ? എന്റെ ശരീരം എന്റെ അവകാശമാണ്. അതില് വാപ്പ ഇടപെടണ്ട, അതിൽ ഉമ്മ ഇടപെടണ്ട, അതിൽ അധ്യാപകർ ഇടപെടണ്ട, അതിൽ പോലീസുകാരൻ ഇടപെടണ്ട, അതിൽ സദാചാര ഗുണ്ടായുസത്തിന്റെ ആളുകൾ ഇടപെടണ്ട. എന്റെ കാര്യം എന്റേത് മാത്രമാണ്. എനിക്ക് 18 വയസ്സായിരിക്കുന്നു. അതുകൊണ്ട് ഇനി മുതൽ എന്റെ വിഷയം ഞാൻ തീരുമാനിക്കും. ഞാൻ ആരുടെ കൂടെ പോകണം, എന്റെ വധുവാരാകണം, ഞാൻ കല്യാണം കഴിക്കണോ വേണ്ടേ, ഇതൊക്കെ ഞാൻ തീരുമാനിക്കും. എന്റെ കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപെടണ്ട. ഇതാണ് ആശയം, മൈ ബോഡി മൈ റൈറ്റ്. ഇങ്ങനെ വിശ്വസിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയണടാ, ലഹരി ഉപയോഗിച്ചാൽ നിന്റെ തൊണ്ടക്ക് ക്യാൻസർ വരും കേട്ടോ, നിന്റെ പാൻക്രിയാസ് അടിച്ചു പോകട്ടോ, നിന്റെ ലിവർ നാശമായി പോകട്ടോ എന്ന് പറഞ്ഞ പിന്നെ മറുപടി എന്താ അറിയോ? പോയിക്കോട്ടെ, നിങ്ങൾക്കെന്താ എന്താ വിഷയം എന്നറിയോ? അതിന് വേറൊരു ആശയുണ്ട് അവന്റെ മനസ്സിൽ, നിഹിലിസം എന്ന് പറയും. ഈ കുട്ടികളുടെയൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ എടുത്ത് അവർ ഹാഷ്ടാഗുകളായി വെക്കുന്ന വാചകങ്ങൾ പരിശോധിച്ചു നോക്കുന്നു. ആ വാചകത്തിലെ നിഹിലിസം, യോളോ, എന്താ അതിന്റെ അർത്ഥം? യു ലീവ്സ്, നീ ജീവിക്ക ഒറ്റ പ്രാവശ്യം ജീവിക്കുള്ളൂ. ഈ മനുഷ്യന് ജീവിതം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, അതിതാണ്. ഇതിനു ശേഷം ഒരു ജീവിതം ഒന്നും വരാനില്ല. അതുകൊണ്ട് പരമാവധി മരിക്കണീന് മുമ്പ് അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നാണ്. ഇതാണ് ആശയം. ആ ആശയം മനസ്സിൽ കയറിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയണത് പിന്നെ പാൻക്രിയാസ് അടിച്ചു പോകും, പ്രശ്നമാവും എന്ന് പറഞ്ഞാൽ അത് അടിച്ചു പോണീന്റെ മുമ്പും നാം മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. വിഷയം മനസ്സിലാണ്ടോ? ഇപ്പൊ എന്നാ ഞാൻ കുറച്ച് ഡോസേ ഉപയോഗിച്ചിട്ടുള്ളൂ, എന്നാ കുറച്ചുകൂടി ഡോസ് ഉപയോഗിക്കട്ടെ, മരിക്കണീന്റെ മുമ്പ് പരമാവധി ആസ്വദിക്കുക, അടിച്ചു പൊളിക്കുക. DJ പാർട്ടി 1, 2, 3, 4 ഒക്കെ വെക്കുക. ഇപ്പൊ ഇന്ന് ട്യൂഷൻ കോളേജുകള് വ്യാപകമായിട്ടുണ്ട്. ഇപ്പോ ഈ ഷഹബാസ് എന്ന് പറഞ്ഞ കുട്ടി കൊല്ലപ്പെടാനുണ്ടായ കാരണം എന്താ? ട്യൂഷൻ സെന്ററിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന DJ പാർട്ടിയിൽ ഉണ്ടായ കശവിശയിൽ നിന്നാണ് എന്ത് ആ പ്രശ്നത്തിലേക്ക് പോയത്. എന്താ DJ പാർട്ടി ട്യൂഷൻ സെന്ററുകളിൽ വർദ്ധിക്കാൻ കാരണം? പണ്ടൊക്കെ ട്യൂഷൻ സെന്ററിൽ ഏറ്റവും നന്നായി പഠിപ്പിക്കും, നല്ല റിസൾട്ട് ഉള്ള ട്യൂഷൻ സെന്റർ ഏതാണെന്ന് നോക്കുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, കൂടുതൽ DJ പാർട്ടി സംഘടിപ്പിക്കുന്ന, അതിന് ആഘോഷം സംഘടിപ്പിക്കുന്ന പിന്നെ ട്യൂഷൻ സെന്റർ ഏതാണെന്ന് നോക്കുന്നത്. അപ്പൊ ഒരു ട്യൂഷൻ സെന്ററിൽ മാസത്തിൽ ഒരു DJ പാർട്ടി സംഘടിപ്പിച്ച വേറെ ട്യൂഷൻ സെന്ററിൽ എന്ത് ചെയ്യും? മാസത്തിൽ 2 വെക്കും, അപ്പൊ മറ്റൊരാഴ്ചയിൽ വെക്കും. ഓരോ കാരണം പറഞ്ഞ് ഉണ്ടാക്കി തന്നെ, ഓരോ ആഘോഷത്തിന്റെ പേര് പറഞ്ഞ് കുട്ടികൾക്ക് ചാടാനുള്ള ഒരു പരിപാടി ഉണ്ടാക്കി. ഇത് വെറുതെ ചാടൂല. കേരളത്തിന്റെ പൊതുബോധ നിർമ്മിതിയിൽ നിർണായക പങ്ക് വഹിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ബുദ്ധിജീവികളും മത രംഗത്തുള്ള നേതാക്കന്മാരും ഒക്കെ ഒരുമിച്ച് ചേർന്ന ഒരു വേദിയിൽ വെച്ചുകൊണ്ട് ഈ കാര്യം ഞാൻ പറഞ്ഞു. നമ്മള് ഈ ലഹരി ഉപയോഗത്തെ തടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട 2 കാര്യമുണ്ട്. ഒന്ന്, ഈ DJ പാർട്ടി അവസാനിപ്പിക്കണം. അതേപോലെ തന്നെ രാത്രി കുട്ടികൾക്ക് പുറത്തിറങ്ങാനുള്ള നൈറ്റ് ലൈഫ് സംവിധാനങ്ങൾ, ടർഫ് സംവിധാനങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ടർഫിനെതിരൊന്നല്ല, ഇവിടെ ഒരു ടർഫ് ഞാൻ കണ്ടു, അതിന് എതിരൊന്നല്ല നമ്മൾ. കാരണം എന്താ വെച്ചാൽ നാട്ടില് ഇന്നൊരു വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് നമുക്ക് വ്യായാമത്തിനും നമ്മളെ കുട്ടികൾക്ക് കളിക്കാനും ബാറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഒക്കെ സ്ഥലം വേണ്ടി വരും. അത് നമ്മൾ കണ്ടെത്തേണ്ടി വരും. അതിനവിടെ എതിരല്ല. പക്ഷേ എല്ലാവരും ഉറങ്ങിയ ശേഷം ഉണരുന്ന ടർഫുകൾ പ്രശ്നമാണ്. അത് പ്രശ്നമാണ്. ഇപ്പൊ മലപ്പുറത്തൊരു തീരുമാനം ഉണ്ടായി. എന്താ മലപ്പുറത്ത് തീരുമാനം? ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥനെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു, അദ്ദേഹത്തെ അഭിനന്ദിച്ചു, അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, പോലീസുകാരായ ഞങ്ങൾക്കൊക്കെ എപ്പോഴും പിന്നെ പരാതിയും പരിഭവവും ചീത്തയെ കിട്ടലുള്ളൂ, നല്ലതൊക്കെ ആരും പറയില്ല, നിങ്ങളേലും പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എന്താ അദ്ദേഹത്തെ തീരുമാനം? അവിടുത്തെ എല്ലാ ടർഫിന്റെ ആൾക്കാരെ വിളിച്ചു കൂട്ടി.
അതിന്റെ മുതലാളിമാരെയൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, ഇനി മലപ്പുറത്ത് ടറഫിന്റെ സമയം രാത്രി 12 മണിക്ക് ശേഷം ഉണ്ടാവില്ല. അതാണ് തീരുമാനം. ഞാൻ അവരോട് പറഞ്ഞ നിങ്ങൾ 12 മണി എന്നുള്ളത് 10 മണിക്ക് കൊണ്ടുപോയി. അതായത് വീടുകളിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് കുട്ടികളവിടെ വേണം, അത്രേ ഉള്ളൂ നമ്മൾ പറയുന്നത്. 10 മണി വരെയുള്ള അതുവരെയുള്ള കാര്യങ്ങൾ നടക്കട്ടെ. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ഈ പ്രായത്തിലുള്ള മക്കളെ സമപ്രായക്കാരായ ആളുകൾ, രക്ഷിതാക്കളും നാട്ടുകാരും ആരും ഇല്ലാത്ത സമയം ഒരേ പ്രായത്തിലുള്ള ആൾക്കാർ രാത്രി ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ടാണ് ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ലഹരി ഉണ്ടാകും. അഴുക്കുചാലിൽ കൊതുക് മുട്ടയിടുമെന്ന് പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള താവളങ്ങളുടെ ഓരം പറ്റിക്കൊണ്ടാണ് ലഹരി മാഫിയ വർദ്ധിച്ചു വരുന്നത് എന്ന കാര്യത്തിൽ ആർക്കതർക്കുള്ളത്? അതാ ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ള ഒരു സദസ്സിൽ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോ ചില ആൾക്കാരൊക്കെ കൈയടിച്ചു. അതിനുശേഷം ഭക്ഷണം കഴിച്ചപ്പോ ഒരുപാട് ആൾക്കാർ എന്നോട് ഒന്ന് പറഞ്ഞെന്ന് വെച്ചാൽ, ഇത് തുറന്നു പറയാൻ ആരും ഇഷ്ടപ്പെടലില്ല, കാരണം പറഞ്ഞ ഒരു പുരോഗമനത്തിനെതിരാകുമെന്ന് വിചാരിച്ചിട്ട് ആരും ഉണ്ടായിരിക്കും. നിങ്ങളത് തുറന്നു പറഞ്ഞു തന്നായിരുന്നു. അവരെന്നെ പറയണെന്ത് കാര്യം? ഇത് ഇത്രയും മണിക്കൂറുകൾ നിന്ന് ചാടണമെങ്കിൽ ലഹരി ഉപയോഗിക്കാതെ പറ്റുമോ? ഉറപ്പല്ലേ ലഹരി ഉപയോഗിക്കുന്നുണ്ട്? ഇത് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിന് കൈവെക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മുടെ തൊട്ടടുത്ത പ്രദേശമല്ലേ കൊണ്ടോട്ടി നഗരസഭ കോടിക്കണക്കിന് രൂപ നൈറ്റ് ലൈഫിന് വേണ്ടി ബജറ്റിൽ പണം വകയിരുത്തി. മലപ്പുറം നഗരസഭ വകയിരുത്തി. ഇപ്പോ ടൂറിസം മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? തിരുവനന്തപുരത്ത് മാനവീയം വീഥി എന്ന് പറയുന്ന ഒരു വീതിയുണ്ട്. എന്താ മാനവീയം വീഥി? നേരം വെളുക്കുന്നവരെ പുലർച്ചെ വരെ ഇതുപോലെയുള്ള സമപ്രായക്കാരായ ചെറുപ്പക്കാർക്ക് അവർക്ക് എന്തും ചെയ്യുവാനുള്ള ഒരു സ്ഥലം ഒഴിച്ചിട്ടിരിക്കുകയാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രി ലഹരിക്കെതിരിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നതിനെ സംബന്ധിച്ച് സമൂഹത്തിലെ പ്രധാനികളെ വിളിച്ചുകൊണ്ടൊരു യോഗം തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പൊ അതിൽ വെച്ചുകൊണ്ട് നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസിന്റെ ഭാരവാഹി ഇത്തരം ഈ രാത്രിയുള്ള ഈ കുട്ടികൾക്ക് ചുറ്റിക്കറങ്ങാനുള്ള താവളങ്ങൾ ഉണ്ടാകുന്ന ഈ നൈറ്റ് ലൈഫ് സംസ്കാരം നമ്മുടെ കേരളത്തിന് യോജിച്ചതല്ല. അത് യൂറോപ്പിന്റെ സംസ്കാരമാണ്. യൂറോപ്യന്മാർ തുടങ്ങി വെച്ച് അവരതുകൊണ്ട് ഇപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും കുടുംബ സംവിധാനത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് കടിച്ച് ചവച്ച് തുപ്പിയ കരിമ്പിൻ ചണ്ടി വീണ്ടും വായിലേക്ക് ഇടുന്നതിന് പേരല്ല സംസ്കാരം എന്നുള്ള ആ ആശയം അവിടെ അവതരിപ്പിച്ചു. അപ്പൊ അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി എന്താന്ന് ചോദിച്ചാൽ, അത് നിങ്ങൾ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞത്, ഈ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ പോലെ ഇരുട്ടത്തേക്ക് ഇറങ്ങലല്ല, രാത്രി ഇറങ്ങി ഇരുട്ടുകൂടി നടക്കലല്ല ഇപ്പത്തെ നൈറ്റ് ലൈഫ്. ഇപ്പത്തെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ നല്ല പ്രകാശം ഉണ്ടാവും. അവിടെ വളരെ പ്രകാശമാനമായ ഒരു സ്ഥലമായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പ്രശ്നമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതാണ് ഇപ്പൊ നമ്മുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ പോലും ഈ വിഷയത്തിൽ നിരീക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാം? ഒരു ഭാഗത്ത് ജ്യേഷ്ഠൻ, മയക്കുമരുന്നിന് അടിമയായ ജ്യേഷ്ഠൻ സ്വന്തം അനുജൻ അടിച്ചു കൊന്നു എന്ന വാർത്ത കേൾക്കുമ്പോ നമ്മുടെ മന്ത്രിമാരും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഒക്കെ ഫേസ്ബുക്കിൽ വന്നിട്ട് പറയും, വല്ലാതെ മോശമായി പോയി, എന്താ നമ്മളെ നാടിന് പറ്റുന്നത്, ഇത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ കുറിപ്പിടും. അതുപോലെ തന്നെ വീഡിയോയിൽ വരും, പത്രങ്ങൾക്ക് ബൈറ്റ് കൊടുക്കും, ഞെട്ടും അല്ലേ? എന്നാൽ അതേ മന്ത്രിമാര് തന്നെ നിയമസഭയുടെ അകത്തളത്തിൽ പോയിട്ട് മദ്യ ഫാക്ടറി ഉണ്ടാകണമെന്ന ബില്ല് പാസാക്കുകയും ചെയ്യും. അതിനെതിരിൽ ആരെങ്കിലും എതിർപ്പുമായി വന്നാൽ അവിടെ പോലീസിനെ ഇറക്കിക്കൊണ്ട് അതിശക്തമായി അത് അടിച്ചില്ലാതെയാക്കും. എന്ത് വില കൊടുത്തും മദ്യ ഫാക്ടറി പാലക്കാട് ഞങ്ങൾ കൊണ്ടുവരുമെന്ന് പറയും. നമുക്ക് മനസ്സിലാവണില്ല ഇത്. ഒരു ഭാഗത്ത് ഇത് വേണ്ടെന്ന് പറയാം, മറുഭാഗത്ത് എല്ലാ വഴികളും തുറന്നു കൊടുക്കുക. എന്താ ഒരു തമാശ? നമ്മുടെ മദ്യനയത്തിന്റെ തമാശ എന്താ? നമ്മുടെ മദ്യനയം എന്ന് പറയുന്നത് UDF വന്നാൽ പറയും അത് മദ്യ നിരോധനമാണ് ഞങ്ങളുടെ നയമെന്ന് പറയും. LDF വന്നാൽ മദ്യവർജനമാണ് ഞങ്ങളുടെ നയമെന്ന് പറയും. പക്ഷെ ആ നയം അതാണെന്ന് പറയുക എന്നത് മാത്രമേ ഉള്ളൂ. പലപ്പോഴും അത് പ്രായോഗികമായി സംഭവിക്കാറില്ല. എന്താ അടിസ്ഥാനം എന്നറിയോ? ഇവിടെ മയക്കുമരുന്ന് ഇല്ലാതെയാകണമെങ്കിൽ, സിന്തറ്റിക് ലഹരിയിലേക്ക് ആളുകൾ പോകാതിരിക്കണമെങ്കിൽ മദ്യം ഇവിടെ നിലനിർത്തണം എന്നതാണ് നമ്മുടെ നയം. പിന്നെ എങ്ങനെ ശരിയാകുക? പണ്ട് കഞ്ചാവ് എന്ന് പറഞ്ഞ വലിയൊരു സാധനം, കഞ്ചാവിന് അടിമപ്പെടുക എന്നാണ് വലിയ സംഭവം. അപ്പൊ പറഞ്ഞത് കഞ്ചാവിലേക്ക് ആളുകൾ പോകാതിരിക്കാൻ നമ്മൾ ഈ തെങ്ങിന്റെ കള്ളും മറ്റു കള്ളുകളും കള്ളുഷാപ്പുകളൊക്കെ ഇവിടെ നിലനിർത്തണം. അതില്ലെങ്കിൽ എന്ത് ചെയ്യും? വ്യാജമദ്യം ഒഴുകും എന്നാണ് ന്യായം പറഞ്ഞത്. അങ്ങനെ മുന്നോട്ട് പോയി ഇപ്പൊ എന്താ പറയണത് അറിയോ? ഇപ്പൊ MDMA വന്നിട്ടുണ്ട്, ഭയങ്കര പ്രശ്നമാണത്.
അതുകൊണ്ട് MDMA നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം. അപ്പൊ കഞ്ചാവ് ചെറുതായി. ഈ വരണ്ടല്ലോ ഒരു ചെറുതാക്കൽ. എങ്ങനെ വര ചെറുതാക്കുക? വര മാച്ച് ചെറുതാക്കല്ല. വരന്റെ അടുത്ത് ചെറിയ വരന്റെ അടുത്ത് വലിയൊരു വരയാണ് വര. വലിയ വര വരുമ്പോൾ ചെറുതായില്ലേ, മറ്റേ ചെറുതായില്ലേ. പിന്നെ ഈ വരഞ്ഞ വര ചെറുതാകണമെങ്കിൽ എന്ത് ചെയ്യുക? അതിനേക്കാളും വലിയൊരു വരപ്പുറത്തിന് വരക്കുക. അപ്പൊ അത് ചെറുതായി. മനസ്സിലായിട്ടുണ്ടോ? ഈ പരിപാടി അപ്പൊ ഈ രംഗത്ത് നടക്കുന്നത്. അതായത് കഞ്ചാവ് ഒഴിവാക്കാൻ മദ്യം നടക്കട്ടെ എന്ന് പറയാം. അത് പിന്നെ കഞ്ചാവ് MDMA ഒഴിവാക്കാൻ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്ന് പറയാം. ഇപ്പൊ പറയണത് എന്താ അറിയോ? MDMAക്കാളും വലിയ രാസലഹരികൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതില്ലാതെ ആക്കണമെങ്കിൽ എന്ത് വേണം? ഇനി MDMA ലൈസൻസ് കൊടുക്കണം. എവിടേക്കാ? ഇവിടെയാണ് നമുക്ക് പറയാനുള്ളത് എന്ത്? ഒട്ടും മദ്യം ഉപയോഗിക്കാൻ പാടില്ല. ഒട്ടും മദ്യം ഉപയോഗിക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ്. കൂടുതൽ ഉപയോഗിച്ചാൽ മത്തുണ്ടാകുന്ന എന്തൊക്കെയുണ്ടോ അത് കുറച്ചുപയോഗിച്ചാലും അത് ഹറാമാകുന്നു, നിഷിദ്ധമാകുന്നു എന്നാണ്. അപ്പൊ മദ്യം ഒട്ടും പാടില്ല എന്ന നയത്തിലേക്ക് എന്ന് നമുക്ക് വരാൻ കഴിയുന്നുവോ അന്നേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ഞാൻ പറഞ്ഞ ആശയം എന്താന്ന് ചോദിച്ചാൽ, ഈ മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറയുന്ന സ്വതന്ത്രവാദം ഉണ്ടല്ലോ, അത് നമ്മുടെ പുതിയ തലമുറയുടെ തലയിലേക്ക് അടിച്ചു കയറ്റിയത് കൊണ്ടാണ് ഇതൊന്നും അവർക്കൊരു പ്രശ്നമാവാത്തത്. അതുകൊണ്ടാണ് അവർ ലഹരി ഉപയോഗിക്കുന്നത്. കാരണം അടിച്ചു പൊളിച്ച് ജീവിക്കുക, മരിക്കണതിന് മുമ്പ് പരമാവധി ആഘോഷിക്കുക, ഇതാണ് തത്വം. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കും, ഉമ്മമാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ഇതിലൊന്നും ഇപ്പൊ നമ്മളെ കുട്ടികളൊന്നും പെടുന്നുണ്ടാവില്ല, അവരൊന്നും ബൈക്ക് പോകുന്നുണ്ടാവില്ല അല്ലേ, ഇതൊക്കെ വേറെ ഏതെങ്കിലുമൊക്കെ നാട്ടിലുള്ള ആൾക്കാരെ ഇപ്പൊ ഇതിലൊക്കെ പെടുള്ളൂ എന്നാണ് നമ്മളൊക്കെ ഒരു ധാരണ. എന്നാലും ഉറപ്പിച്ചു നിന്നോളി, നമ്മൾ അറിയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയോ, താനൂരിൽ നിന്ന് ഒരു പെൺകുട്ടി കാണാതെ, ഒരു പെൺകുട്ടിയല്ല, 2 പെൺകുട്ടികൾ, രണ്ടാളും യാത്ര പോയി എന്നാണ്. പോയ ഉടനെ തന്നെ അവരെ ചേസ് ചെയ്തു. അവർ ട്രെയിനിൽ പോണ രംഗം കണ്ടു. പിന്നെ അവര് ബോംബെയിൽ പോയി അവിടെ ഒരു ബ്യൂട്ടി പാർലർ എത്തിയ വിവരം കിട്ടി. അങ്ങനെ അവസാനം പോലീസ് എന്ത് ചെയ്തു? അവരെ കണ്ടെത്തി വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരം എന്താന്ന് വെച്ചാൽ, ഈ കുട്ടി നേരത്തെ ഇതേപോലെ പോയിട്ടുണ്ട്. അന്ന് കോയമ്പത്തൂരിക്കാണ് പോയത്. കോയമ്പത്തൂർ പോയി കൊണ്ടുവന്ന. അപ്പൊ എന്താ ഈ പെൺകുട്ടികൾ ഇങ്ങനെ ഇറങ്ങി പോകാൻ കാരണം? നമ്മളെ കുട്ടിയൊന്നും പോകില്ല എന്ന് വിചാരിക്കണ്ട. കാരണം എന്താ? ഇന്നത്തെ കുട്ടികള് കൂടുതൽ സമയം എൻഗേജ് ചെയ്യുന്നത് മാതാപിതാക്കളുമായിട്ടല്ല, വീടുമായിട്ടല്ല. അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഫോണിലാണ്, മൊബൈൽ ഫോണിലാണ്, സ്ക്രീനുകളിലാണ്. ആ സ്ക്രീനിൽ തന്നെ അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്, ഫേസ്ബുക്കിലാണ്, അതുപോലെയുള്ള സോഷ്യൽ മീഡിയകളിലാണ്. അതില് 10 മിനിറ്റ് സമയം ഒരു കുട്ടിന്റെ കയ്യിൽ ഫോൺ കിട്ടിയാൽ ഒരു 20 റീൽസ് അവർ കണ്ടിട്ടുണ്ടാവും. മിനിമം 20 റീൽസ് കണ്ടിട്ടുണ്ട്. കാരണം ഒരു റീൽസിന്റെ സമയം എന്ന് പറയുന്നത് 30 സെക്കൻഡാണ്. 30 സെക്കൻഡാണ്, അര മിനിറ്റാണ്. അര മിനിറ്റിന്റെ താഴെയുള്ള സാധനങ്ങളുണ്ട്. അതിലൂടെ ഒരു മെസ്സേജ് കൺവേ ചെയ്യാണ്. എന്താ മെസ്സേജ്? ഇത്തരം യാത്രകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്ന വ്ളോഗേഴ്സ് ഉണ്ട്. ഈ പ്രായത്തിലുള്ള കുട്ടികളുണ്ട്. ഡിഗ്രിക്കും +2 പഠിക്കുന്ന പെൺകുട്ടികള് മഫ്തയൊക്കെ ഇട്ട് ഫർദയൊക്കെ ഇട്ട് കണ്ട് ഇറങ്ങുക, എന്നിട്ട് ചുണ്ടൊക്കെ ചോപ്പിച്ച് മുഖമൊക്കെ ഇങ്ങനെ മിനുക്കി. ഇതേ പ്രായത്തിലുള്ള ചെറുപ്പക്കാരും. എന്നിട്ട് ഇവര് കാറിൽ കയറിയിട്ട് എന്ത് ചെയ്യാ? യാത്ര പോവുക. എന്നിട്ട് ആ യാത്രന്റെ ഷൂട്ടൊക്കെ അവരെടുക്കുക. എന്നിട്ട് അതിങ്ങനെ സ്റ്റാറ്റസ് ആക്കി വെക്കുക. എന്നിട്ട് ഇവർ പരസ്പരം കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, എന്തൊക്കെ ചെയ്യണം നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ടോ അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ പറയാം, ഓ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്, എന്തൊരു റാഹത്താണ് നമ്മളെ യാത്ര. അറബി വാക്കുകൾ ഇങ്ങനെ പറയും ചെയ്യാം. അപ്പൊ എന്ത് മനസ്സിലാക്കി നമ്മളെ പെൺകുട്ടികള്? ഓ, ജീവിതം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. പക്ഷെ എന്റെ വീട്ടിലത്തെ അവസ്ഥ എന്താ? ഇന്നെ അങ്ങോട്ടിരിയാനേക്കൂല, ഇങ്ങോട്ടിരിയാനേക്കൂല, ഒന്ന് ടൂർ പോട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കൂല അല്ലേ? ഇങ്ങനത്തെ ഒരു ഫ്രസ്ട്രേഷൻ ഈ കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. അപ്പൊ എന്താ സംഭവിക്കണോ? പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കേരളത്തിലെ യുക്തിവാദികളുടെ ചരിത്രം. കലാനാഥന്റെ ഒക്കെ നേതൃത്വത്തിൽ യുക്തിവാദികളുടെ സമ്മേളനങ്ങൾ ഉണ്ടായിരുന്നു. സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിലൊക്കെ ഇങ്ങനെ കാണാം വാർത്ത. പക്ഷെ ആകെ എത്ര ആളുണ്ടാകുക അറിയോ? ഒരു 100 ആള് അല്ലെങ്കിൽ 150 ആള് സംസ്ഥാന സമ്മേളനത്തിൽ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഈ കുട്ടികൾ ഇവരുടെ ശ്രോതാക്കളാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് പടച്ചമല്ല, പരലോകമല്ല, സ്വർഗമല്ല, നരകമല്ല, മതമൊന്നും ശരിയല്ല എന്ന് നേരിട്ട് നിരീശ്വരവാദം പറഞ്ഞാൽ അംഗീകരിക്കൂല. കാരണം കുറച്ചൊക്കെ മദ്രസയിൽ പോയ കുട്ടികളാവുമല്ലോ അതൊക്കെ. അങ്ങനെ അംഗീകരിക്കൂല എന്ന് പറയും. അപ്പൊ ആ കുട്ടികളെ ദൈവ നിഷേധത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി
ഉപയോഗിക്കുന്ന കുറുക്കു വഴിയുടെ പേരാണ് ലിബറലിസം എന്ന് പറയുന്നത്. അതിന്റെ പേരാണ് മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറയുന്ന ആശയം. അതിന്റെ പേരാണ് യോളോ എന്ന് പറയുന്ന ആശയം. അതിന്റെ പേരാണ് നിഹിലിസം എന്ന് പറയുന്ന ആശയം. അതിന്റെ പേരാണ് എനിക്ക് 18 വയസ്സായി എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന ആശയം. ആ ആശയത്തിലൂടെയാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനത്തെ റീൽസും സാധനങ്ങളും വ്യാപകമായി പ്രചരിപ്പിക്കുക. അപ്പൊ കുട്ടികൾക്ക്, ഈ പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു രസമാണ്, ഹരാണ്. അതിന്റെ പിന്നാലെ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ പിന്നാലെ പോകുമ്പോ അതിനാരെതിര് നിൽക്കുന്നുവോ അവരൊക്കെ ഇവരുടെ ശത്രുക്കളാണ്. വാപ്പ എതിരുന്ന വാപ്പ ശത്രുവാണ്, ഉമ്മ എതിരുന്ന ഉമ്മ ശത്രുവാണ്, അധ്യാപകർ സ്കൂളിൽ നിന്ന് എതിര് നിന്ന ശത്രുവാണ്. നമ്മളൊരു കുട്ടി അധ്യാപകന്റെ നേരെ വിളിച്ചു പറഞ്ഞില്ലേ, ഫോണ് കൊണ്ടുവന്ന് അനാവശ്യങ്ങൾ കണ്ടതിന്റെ പേരിൽ ആ ഫോണൊന്ന് പിടിച്ച് പ്രിൻസിപ്പാളെ കൈ കൊടുത്തു. അതിന്റെ പേരിൽ അവനെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തപ്പോ അവൻ പറയണത്, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം, പുറത്തിറങ്ങിയ ശരിയാക്കി തരാം. അല്ലേ, നമ്മൾ കണ്ടില്ലേ വാർത്ത? അപ്പൊ കുട്ടികൾ എന്താ, ഇതിന് ഒരു ഭാഗത്ത് പിന്നെ ഇതുപോലെ വയലൻസ് ഉള്ള സിനിമകൾ മറുഭാഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ അടുത്തൊരു കുട്ടി, ഒരു 2-3 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി, 3-3.5 വയസ്സേ ആയിട്ടുള്ളൂ. ആ കുട്ടി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരു ഫംഗ്ഷന്റെ അടിയിൽ നിന്ന് കണ്ടതാണ്. അപ്പൊ ഞാനൊന്ന് ഒഴിഞ്ഞിരിക്കുക കണ്ടപ്പോ ഒരു കുട്ടിയല്ലേ എന്നുള്ള നിലക്ക് എനിക്ക് പാട്ടറിയ വെച്ചു. എനിക്ക് ആ പാട്ടറിയുന്നു. അപ്പൊ അവനെന്തോ ഒരു പാട്ട് ഒരു താളത്തിൽ പ്രത്യേകം പാടി. അപ്പൊ ഞാനൊരു പാട്ടല്ലേ എന്ന് വിചാരിച്ചു, ഉഷാറായിക്കണല്ലോ പറഞ്ഞു. അപ്പൊ എന്റെ തൊട്ടപ്പുറത്ത് ഒരാളിരിക്കുന്നുണ്ട്, ഒരു ചെറുപ്പക്കാരൻ. അവൻ പറഞ്ഞു, ആ കുട്ടി പാടിയ പാട്ട് ഏതാ നിങ്ങൾക്ക് അറിയിച്ചു? അവൻ എനിക്കറിയില്ലായിരുന്നു. അപ്പൊ സംഭവം എന്താന്ന് ചോദിച്ചാൽ, എന്താണ് പിന്നെ കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. നമുക്കതറിയില്ല. ഇല്ലൂമിനാറ്റി എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്ന സാധനം. ആ പാട്ടാണ് ആ കുട്ടി പാടുന്നത്. അത് ഏതിത്തെ പാട്ടാ? അതായത് ഏതൊരു സിനിമ ഉണ്ട് ഇത്രേ, ആ സിനിമയിൽ മനുഷ്യന്മാരെ ഈർച്ചവാൾ കൊണ്ട് 2ആയി പുകർത്തുക, അതുപോലെ അരിഞ്ഞ് ഇവനെ വീഴ്ത്തുക, എന്നിട്ട് രക്തം ഇങ്ങനെ ഒഴുകുക, അത് കണ്ട് ആസ്വദിക്കുക. അപ്പ പാടുന്ന പാട്ടാണ്. ഇത് ഈ റീൽസാണ് ആര് കാണുന്നത്? ഈ 3.5 വയസ്സായുള്ള കുട്ടി കാണുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ കുട്ടിക്ക് ഇതിന്റെ ശരിയും തെറ്റും അറിയില്ല. അവൻ അത് എന്നിട്ട് എന്താ പറയുമോ, ഫൈറ്റ് ഫൈറ്റ് ഫൈറ്റ്, ആ വാക്കുവൻ അറിയാം. ഫൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ആ കുട്ടിന്റെ കയ്യിൽ ഒരു കത്തി കിട്ടിയാൽ അതേ പ്രായത്തിലുള്ള വേറൊരു കുട്ടിനെ കുത്താൻ ഒരു പ്രശ്നവും ആ കുട്ടിക്ക് ഉണ്ടാവില്ല. കാരണം എന്താ? അവൻ ഇതാ കാണുന്നത്. ഇതിന്റെ ചില കുട്ടികൾ നമ്മൾ വിളക്ക് കത്തിച്ചാല് ആ വിളക്കുമൊക്കെ കൈ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി വരും. കണ്ടില്ലേ? കുട്ടിക്ക് അതൊരു കൗതുകമാണ്. വിളക്ക് എന്ന് പറഞ്ഞാൽ കത്തുന്ന ഒരു സാധനം, നല്ല രസമുള്ള ഒരു സാധനമാണ്. അതിന്റെ തിരിനാളത്തിൽ വന്ന് പിടിക്കാൻ ആ കുട്ടി നോക്കുക. പക്ഷെ ബുദ്ധിയുള്ള നമ്മളോ, ആ കുട്ടിക്ക് അത് താല്പര്യമുണ്ടെങ്കിലും കുട്ടി അത് പിടിച്ചാൽ പൊള്ളും എന്ന് മനസ്സിലാക്കിയ കൈ നമ്മൾ തട്ടിമാറ്റുമ്പോ കുട്ടി ഒന്ന് കരഞ്ഞു എന്ന് വരും. ആ കരയുന്നത് കുട്ടിയോടുള്ള ദേഷ്യം കൊണ്ടല്ല, ആ കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഇവിടുന്ന് അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരു കാഴ്ചപരിമിതിയുള്ള ഒരു സഹോദരൻ ഇവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് അദ്ദേഹത്തെ സഹായിക്കണം അങ്ങോട്ട് പോകാൻ വേണ്ടി. ആ സമയത്തെങ്ങാനും അദ്ദേഹത്തിന് ഒരു വണ്ടി തട്ടിയാൽ അതിന് ഉത്തരവാദിത്തമായിരിക്കാം. അതിന് ഉത്തരവാദിത്തം അയാൾക്കല്ല, നമ്മക്കാണ്. കാരണം വരുന്ന വണ്ടിയെ കാണുന്ന കണ്ണുള്ളത് നമ്മുടെ മുഖത്താണ്. അദ്ദേഹത്തിന് ഇത് കാണാൻ കഴിയില്ല. ഇതുപോലെ ഈ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് കാണാൻ പാടുള്ളത്, ഏതാ കാണാൻ പാടില്ലാത്തത് എന്ന് അവർക്ക് അറിയില്ല. അതറിയുന്ന മാതാപിതാക്കൾക്കാണ് അതിന് ഉത്തരവാദിത്വം. ഞാൻ ഉമ്മമാരോട് ശക്തമായി പറയുന്നു, നമ്മുടെ മക്കൾ ഈ മൊബൈലിന് അടിമയാകുന്നതും അവസാനം മൊബൈൽ വാങ്ങിവെച്ചാൽ ആത്മഹത്യ ചെയ്യുന്ന പ്രവണതയും ഉണ്ടാകുന്നത് ഒരു രാവ് കൊണ്ടോ ഒരു പകല് കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ അല്ല, ദിവസങ്ങൾ കൊണ്ടും മാസങ്ങൾ കൊണ്ടും വർഷങ്ങൾ കൊണ്ടും ഉണ്ടാകുന്നതാണത്. ആദ്യമായി ഈ മൊബൈൽ ഫോണിലെ റീൽസ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നത് അയൽവാസിയല്ല, നാട്ടുകാരല്ല, വേറെ ശത്രുക്കളല്ല, വേറെ ആരെങ്കിലുമല്ല, സ്വന്തം ഉമ്മയാണത് കാണിച്ചു കൊടുക്കുന്നത്. എന്തിനു വേണ്ടി? നിസ്സാരമായ കാര്യം നടക്കാൻ വേണ്ടി. ഉമ്മാക്ക് കുറച്ച് പണിയുണ്ടാവും. പണിയെടുക്കണമെങ്കിൽ കുട്ടി ഒന്ന് അടങ്ങിയിരിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഈ റീൽസിന് കൊടുത്ത് ഫോണിന് കൊടുത്ത് പോയാൽ ഉമ്മാക്ക് ഉഷാറായിട്ട് എന്ത് ചെയ്യും? അമ്മാന്റെ പണിയെടുക്കാം. അല്ലെങ്കിൽ ഒക്കത്ത് വെച്ചിട്ട് കുട്ടിനോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ കേൾക്കൂല. അപ്പൊ ഭക്ഷണം കഴിക്കാൻ എന്ത് ചെയ്യുക? തൽക്കാലം ഒരു ഫോൺ കൊടുത്ത് അതിലുള്ള റീൽസും കാര്യങ്ങളും കാണിച്ചു കൊടുത്താൽ കുട്ടി എന്ത് ചെയ്യും? ഭക്ഷണം അങ്ങനെ കഴിക്കണമെന്ന് അറിയുന്നില്ല. അപ്പൊ കുട്ടി ഭക്ഷണം കഴിക്കാനും കുട്ടി അടങ്ങിയിരിക്കാനും ഈ മൊബൈൽ കൊടുത്ത് ശീലിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ്. പിന്നെ ആ കുട്ടിയെ അടിമയാകുക. അതുകൊണ്ട് ഞാൻ പറയുന്നു, കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ, നിങ്ങൾ അറിയോ, ഈ മൊബൈൽ ഫോണൊക്കെ ഇറക്കണ മുതലാളിമാരുണ്ടല്ലോ, ഈ സാമൂഹ്യ മാധ്യമത്തിൽ തലതൊട്ടപ്പന്മാരുണ്ടല്ലോ, ഈ സക്കർബർഗ് പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അവരുടെ അഭിമുഖങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അവരെ കുട്ടികൾക്ക് ഇത് കൊടുക്കില്ല. മനസ്സിലായോ? അവരെ കുട്ടികൾക്ക് ഇത് കൊടുക്കില്ല. ഏതുപോലെ നമ്മൾ നാടൻ പിന്നെ ഹോട്ടലിനെ പറ്റി സാധാരണ പറയലുണ്ട്. ഹോട്ടലിൽ മുതലാളിനെ കാണാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ മുതലാളി എടുത്തു വെച്ച് ഉച്ചക്ക് മുമ്പൊരു വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയിക്കുന്നുണ്ട്.
മുതലാളി എന്ത് ചെയ്യൂല, ഹോട്ടലിന് ഭക്ഷണം കഴിക്കൂല, മൂപ്പര് ഭക്ഷണം കഴിക്കാൻ പരിയില്ല. ഇതേപോലെ ഈ മൊബൈൽ ഫോണും ഈ സാമൂഹ്യ മാധ്യമവും ഇന്റർനെറ്റും ഉണ്ടാക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവരവരെ മക്കൾക്ക് ഇതൊന്നും കൊടുക്കണില്ല. അതൊക്കെ നാട്ടുകാരെ മക്കൾ, നമ്മളെ കുട്ടികളെ കേടുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് ആ ജാതി ഏർപ്പാടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവസാനിപ്പിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ പഠിക്കണം, അതിന്റെ കാരണം കണ്ടെത്തണം, ആ കാരണത്തെ ചികിത്സിക്കണം. ആ കാരണം എന്ന് പറയുന്നത് ഈ ആധുനികമായ ലിബറൽ മൂല്യങ്ങളാണ്, സംസ്കാരങ്ങളാണ്. അതിലേക്ക് നമ്മുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിന് കാരണമാകുന്നത് ഒന്ന് ലഹരിയാണ്. ആ ലഹരി പിന്നെ ഉണ്ടാകാനുള്ള കാരണം ഈ നൈറ്റ് ലൈഫുകളും സാധനങ്ങളുമാണ്. അതുകൊണ്ട് രാത്രി കുട്ടികൾ 10 മണിക്ക് വീട്ടിൽ കിടന്നുറങ്ങുക എന്നുള്ളത് ഇസ്ലാമിക സംസ്കാരം, അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അതാണ് അല്ലേ? ഈ രാത്രി എന്തിനു വേണ്ടിയാ? അത് നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടിയാണ്. പകൽ സമയമോ അത് നിങ്ങൾക്ക് ഉപജീവന മാർഗം കണ്ടെത്താനുള്ള സമയമാണ്. ഇപ്പൊ നമ്മളെ നാട്ടിൽ വരുന്നത് എന്താ വെച്ചാൽ, പകൽ സമയം ഉറങ്ങാനുള്ളതും രാത്രി സമയം ഈ ജാതി പരിപാടിക്കുള്ളതും. ഇതിങ്ങനെ തല കീഴുമ്പോൾ മറിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ നമ്മുടെ സംസ്കാരങ്ങളിലേക്ക്, മൂല്യങ്ങളിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കുക എന്നത് പ്രധാനമാണ്. പിന്നെ ഈ ജീവിതമേ ഉള്ളൂ, പിന്നെ ഒരു ജീവിതമൊന്നും ഇല്ല എന്നാണ് നമ്മളെ കുട്ടികൾക്ക് ധരിപ്പിക്കപ്പെടുന്നത്. അവിടെയാണ് നമുക്ക് പറയാനുള്ളത് എന്ത്, ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിനുള്ളിലല്ല, അതിന്റെ പുറത്താണ്. മരണത്തിന് ശേഷം പരലോകമുണ്ട്, അവിടെ ഒരു സ്വർഗമുണ്ട്, അവിടെ ഒരു നരകമുണ്ട്. അതുകൊണ്ട് മക്കളെ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് മക്കളോട് വളരെ സ്നേഹത്തോടു കൂടി അവരെ വിളിച്ച് ഉപദേശിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തം. ഞാൻ രക്ഷിതാക്കളോട് പറയുന്ന ഒരു കാര്യം എന്താ അറിയോ, നിങ്ങൾ വീട്ടിൽ യുദ്ധം നടത്തിയിട്ട് കാര്യമില്ല, കുട്ടികളുമായിട്ട് യുദ്ധം നടത്തുക. ഇന്ന് പല വീടുകളിൽ യുദ്ധമാണ് നടക്കുന്നത്. ഒന്നുകിൽ കുട്ടികളെ കയറയച്ചെന്ന് ഇവിടെ ഒന്നും പറയാതെ, അല്ലെങ്കിലോ അങ്ങോട്ട് ഇറങ്ങിയ പ്രശ്നം, ഇങ്ങോട്ട് ഇറങ്ങിയ പ്രശ്നം, ആകെ ബഹളം. ഈ രണ്ട് സമീപനം അല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. മറിച്ച് ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു ഉപദേശമുണ്ട് സൂറത്ത് ലുക്മാനിൽ. അത് നമ്മളൊന്ന് കാണണം. അതെല്ലാം ഈ ആധുനിക കാലഘട്ടത്തിലും നമുക്ക് പരിഹാരം അത് തന്നെയാണ്. യാ ബുനയ്യ, ആ വിളിയെ നിങ്ങൾ നോക്കി, പൊന്നു മോനെ. അങ്ങനെ നമ്മൾ ആരെങ്കിലും വിളിക്കലുണ്ടോ? വിളിക്കലില്ല. കുട്ടികളെന്തെങ്കിലും ഉപദേശിക്കണമെന്ന് തോന്നിയാൽ തന്നെ വിളിയെന്നെ, എടാ എവിടെ എന്ത് ഇവിടെ വാ, എന്നോടല്ലോ ഇവിടെ വരാൻ. അതോടുകൂടി തന്നെ മനസ്സിലാക്കി എന്തോ വാപ്പാക്ക് പേച്ചിക്കണു, എന്തോ പറയാൻ വേണ്ടി വിളിക്കുകയാണ്. പിന്നെ അങ്ങനെ വരുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലൊരു ചിന്ത ഉണ്ട്. എന്താ അറിയോ, ഇനിയിപ്പോൾ വാപ്പ തുടങ്ങും കുറേ തന്ത വൈബ്, പറഞ്ഞോളി. അല്ലെങ്കിൽ ഈ പ്രായമുള്ള ആൾക്കാർ പറയണമെന്ന് ഞങ്ങൾ കേൾക്കേണ്ട അല്ല, ഈ രീതിയിലാണ് പിന്നെ അവൻ്റെ നിപ്പ്, ഇതാ പിന്നെ കേൾക്കുക. എന്നാൽ പ്രവാചകന്മാരുടെ രീതി എന്താ, യാ ബുനയ്യ, പൊന്നു മോനെ. അങ്ങനെ വിളിക്കാനുള്ളൊരു ബന്ധം നമ്മളും നമ്മളെ കുട്ടികളും തമ്മിലുണ്ടാകണം. ഇപ്പം ഈ വെക്കേഷൻ കാലമല്ലേ, ഇപ്പം നമ്മൾക്ക് വെക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു ബേജാറാണ്, ഇന്നെന്താ കുട്ടികളെ കാട്ടുക അല്ലേ? പക്ഷെ വെക്കേഷൻ നമുക്കൊരു പ്രശ്നമല്ല, അത് പരിഹാരമാണ്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടം എന്താ, നമ്മളെ കുട്ടികളായിട്ട് സംസാരിക്കാൻ നമുക്ക് സമയമല്ല, കിട്ടണില്ല, ആർക്കും കിട്ടണില്ല. കാരണം കുട്ടികൾ പകലെവിടെയായിരിക്കും, സ്കൂളിലായിരിക്കും, നമ്മളെ ജോലി സ്ഥലത്തുമായിരിക്കും. പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് കടന്നുറങ്ങിയിട്ടുണ്ടാവും. പിന്നെ അവർ രാവിലെ നീച്ച് മദ്രസക്ക് പോകും. അത് മദ്രസയിൽ നിന്ന് വരുമ്പോഴേക്ക് നമ്മൾ കടയിക്കും പോകും, അല്ലെങ്കിൽ നമ്മളെ ഷോയിലും പോകും. എപ്പോഴാ കാണുന്നില്ല. പിന്നെ ഈ കുട്ടികളെ ആരുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെടുന്നത്? ഈ റീൽസാ കാണുന്നത്, ഈ സാമൂഹ്യ മാധ്യമങ്ങളിലാ ബന്ധം. അപ്പൊ ബോംബെയിലുള്ള ആളുമായിട്ടാകാരം ബന്ധം, അല്ലെങ്കിൽ പിന്നെ UK ആളുമായിട്ടായിരിക്കും ബന്ധം, അല്ലേ? അതുപോലെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളായിട്ടൊക്കെ ബന്ധം. അപ്പൊ അവരെ അവിടേക്കാണ് പോകും. കാരണം ബാപ്പാനോട് സംസാരിക്കാല്ല, അമ്മാനോട് സംസാരിക്കാല്ല, ആരോടും സംസാരിക്കാല്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഈ വെക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കുട്ടികളുമായി കൂടുതൽ ഇടകലർന്ന് ജീവിക്കണം. കുട്ടികൾ വീട്ടിലുള്ള സമയത്ത് കുറച്ച് നേരത്തെ രക്ഷിതാക്കൾ വീട്ടിലേക്ക് എത്തണം, അവരുമായിട്ട് സംസാരിക്കണം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം. അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ മാത്രം സംസാരിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. ഒരു ദിവസം കഴിയുമ്പോൾ മോൻ ഇന്ന് എന്തൊക്കെ ചെയ്തു, ഇന്ന് എവിടെയൊക്കെ പോയി, ഇന്ന് എന്തൊക്കെയാണ് പരിപാടി, ഇതൊക്കെ ഒന്ന് ചോദിക്കണം. അപ്പൊ മകനും ഉമ്മയും മകളും ഉമ്മയും, ഇന്ന് ചില ഉമ്മമാരൊക്കെ പെൺകുട്ടികളുമായിട്ടാണ് ഒത്തുപോകാത്തത്. ആൺകുട്ടികളായിട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും, പെൺകുട്ടികളായിട്ട് എപ്പോഴും കച്ചറേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മയും മകളും തമ്മിൽ കച്ചറ. അതായത് ഒരു സംഭാഷണം നടക്കുന്നില്ല. അവിടെയാണ് യാ ബുനയ്യ എന്ന് പറയുന്ന ഈ ഒരു ആശയം നമ്മൾ ജീവിതത്തിലേക്ക് എടുക്കേണ്ടത്. എന്നിട്ട് എന്താ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്? ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സുഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി
യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. പൊന്നുമോനെ, ഇതാ ഈ ഒരു ധാന്യ കഷ്ണമുണ്ടല്ലോ, അത് എത്ര കഷ്ണങ്ങളാക്കി മാറ്റി അത് പാറക്കെട്ടിനുള്ളിൽ കൊണ്ടുപോയി വെച്ചാലും, ആകാശത്ത് കൊണ്ടുപോയി വെച്ചാലും, ഇത് ഭൂമിയിൽ എവിടെ കൊണ്ടുപോയി വെച്ചാലും അത് അല്ലാഹു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവനാണ് പടച്ച തമ്പുരാൻ. ഈ അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ചിന്ത കുട്ടികൾക്ക് എന്ത് ചെയ്യണം? ചെറുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഈ ചിന്ത ഉണ്ടാക്കി കൊടുത്തൊരു കുട്ടിയാണെങ്കിൽ അവന് നിങ്ങൾക്ക് ഏത് ഹോസ്റ്റലിലേക്കും പറഞ്ഞേക്കാം, ഏത് കോളേജിലേക്കും പറഞ്ഞേക്കാം. കാരണം അവൻ അള്ളാഹിനെ പേടിയുണ്ട്. ആര് കാണണമെങ്കിലും ഇന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പടച്ചോണ്ടെന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. അതാണ് മുലുക്കുമാൻ അലൈഹിസ്സലാത്തിന്റെ മകന് കൊടുത്തത്. അതേപോലെ തന്നെ യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹി ഇന്ന ശിർക ലദുൽമുൻ അദീം. ഒരിക്കലും മോനെ ഈ ശിർക്ക് ചെയ്യരുത്, വലിയ അക്രമമാണ്. അതുപോലെ മാതാപിതാക്കളുമായി ബന്ധത്തെ പറ്റി പറഞ്ഞു, നമസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചു, നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ പറഞ്ഞു വസ്ബിർ അലാ മാ അസ്വാബക, ക്ഷമിക്കാനുള്ള കഴിവിനെ പറ്റി പറഞ്ഞു. അതുപോലെ വലാ തുസഇർ ഹത്തക ലിന്നാസ്, മനുഷ്യരോട് കവിളുകൾ നിങ്ങൾ കോട്ടരുത് എന്ന് പറഞ്ഞു. വലാ തംശി ഫിൽ അർളി മർഹ, അഹങ്കാരം കാട്ടി ഭൂമിയിലൂടെ നടക്കരുത് എന്ന് പറഞ്ഞു. വഖ്സിദ് ഫീ മശീഖ്, നടത്തത്തിൽ മിതത്വം പാലിക്കണമെന്ന് പറഞ്ഞു. വഖ്ദുദ് മിൻ സൗതിക്, നിന്റെ ശബ്ദം ഒരിക്കലും ഉയർത്തരുത്, അത് താഴ്ത്തണമെന്ന് പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഉപദേശമല്ലേ ഇതൊക്കെ, അല്ലേ? നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോ ഇപ്പൊ കുറെ വണ്ടികൾ പോകേണ്ടി നമ്മൾ അറിയണമെന്നല്ല അതിന്റെ ശബ്ദം, അല്ലേ? എന്നാൽ ചില ചെറുപ്പക്കാർ വരുമ്പോണ്ട് ചില ബൈക്കിന്റെ ഉയരം തന്നെ എത്ര ഉണ്ടാവും, അല്ല കുതിരപ്പുറത്തും കയറണമാതിരി ബൈക്കിന്റെ മുകളിൽ കയറാൻ കഴിയും. ഇവിടെ മുടിയൊക്കെ ഒരു പ്രത്യേക രീതിയിൽ, അല്ലെ? നമ്മൾ ഫ്രീക്കന്മാർ എന്നാ സാധാരണ പറയാം. ഇവിടെ വെച്ചിട്ട് ഒരങ്ങാടി കൂടി ഒരു പോക്ക്, എവിടുക്കാന്ന് ചോദിച്ചാൽ എവിടുക്ക പോകാൻ വേണ്ടി പോവുക, അല്ലേ? ഭയങ്കര സൗണ്ട്. അപ്പൊ കടയിലൊക്കെ ചായ കുടിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കും, ആരാ പടച്ചോനെപ്പാ പോണത്. അതായത് പരിസരബോധം ഒട്ടുമേ ഇല്ലാത്ത ഒരു അന്തരീക്ഷം. അവിടെയാണ് ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകനോട് പറയുന്ന ഈ ഉപദേശങ്ങൾ ഓരോന്നും പ്രസക്തമാകുന്നത്. നീ ഒരിക്കലും ശബ്ദം ഉയർത്തരുത്, താഴ്ത്തണം, നടത്തത്തിൽ മികത്വം പാലിക്കണം, അഹങ്കാരം നീ കാണിക്കരുത്, ഭൂമിയിലൂടെ അഹങ്കാരം കടിച്ച് നടക്കരുത്. എന്തൊക്കെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഞാൻ പറയുന്നത് സുഹൃത്തുക്കളെ, ഇത് എവിടുന്നാ കിട്ടത്? വെറുതെ ജനിക്കുമ്പോൾ കിട്ടുമോ? അല്ല, ഇത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. കുട്ടികളുടെ ഫിത്രത്ത് ശുദ്ധമായിരിക്കും. ആ ഫിത്രത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ ബോധപൂർവം നമ്മൾ അധ്വാനിക്കണം. അത് ഏറ്റവും പ്രസക്തമായതാണ് നമ്മുടെ മദ്രസ സംവിധാനം എന്ന് പറയുന്നത്. ഈ വാഴക്കാട് നിന്നുകൊണ്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. വാഴക്കാട് ഞാൻ അറിഞ്ഞിടത്തോളം വളരെ അടുത്ത പരിചയമുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ വരുമ്പോൾ തന്നെ വല്ലാത്തൊരു ഗൃഹാതുരത്വമുണ്ട്. ഏകദേശം 2 വർഷത്തോളം ഇവിടെ ഒരു സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്ത ആളാണ് ഞാൻ. എനിക്കറിയാം ഇവിടുത്തെ നാട്ടുകാർ, ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ച് എനിക്കറിയാം. പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റത്തിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ് നമ്മുടെ എടവണ്ണപ്പാറയിൽ ഇപ്പോൾ അന്നൗറ എന്ന് പറയുന്ന നമ്മുടെ ഒരു മാതൃകാ സ്ഥാപനം, ഒരു മദ്രസ. ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ ഒരു മേഖലയുടെ ദഅ്വാ പ്രവർത്തനത്തിന്റെ ഒരു കേന്ദ്രമായി വളർത്തിയെടുക്കുവാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു എന്ന വിവരവും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു അത് പൂർത്തീകരിക്കുമാറാകട്ടെ. എനിക്കിവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, ഈ മദ്രസ സംവിധാനം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലെ ഒരംഗമായി അതിനെ മാറ്റണം എന്ന് ഞാൻ പറയുന്നത്. നമുക്ക് 3 മക്കളുണ്ടെങ്കിൽ 4ാമത്തെ ഒരു മകനാണ് ഈ അന്നൗറ മദ്രസ എന്ന് ഞാൻ പറയുന്നത്. ഒരു മക്കൾക്ക് നമ്മൾ എന്തൊക്കെ കൊടുക്കോ അതേപോലെ ഈ മദ്രസ സംവിധാനത്തിനും ആ ആസ്ഥാനത്തിനും നമ്മുടെ വീട്ടിൽ നിന്നൊരു വിഹിതം. അത് പണം മാത്രമല്ല, നമ്മുടെ സമയവും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ആലോചനയും എല്ലാം അതിനു വേണ്ടി കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എന്തിനാ? ചില ആളുകൾ ഒരു മദ്രസയൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയും, എനിക്ക് പിന്നെ പഠിക്കണം, മദ്രസയിൽ പഠിക്കണ കുട്ടികളൊന്നും ഇല്ല, എനിക്കില്ലെങ്കിൽ പിന്നെ അത് വേണ്ടാന്നോ. എന്നാലേ നിങ്ങളെ മൂത്ത കുട്ടിയില്ലേ, ആ മൂത്ത കുട്ടിക്ക് ഒരു മകൻ ഉണ്ടാകാണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഒരു പേരക്കുട്ടി ഉണ്ടാകണം. ആ പേരക്കുട്ടിനെ അവിടെ പഠിപ്പിക്കണമെങ്കിൽ മദ്രസ വേണ്ടേ? അപ്പൊ ഒരു മദ്രസ നമുക്ക് സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാവുമോ? ഇല്ല. ഈ മദ്രസ പള്ളി എന്നൊക്കെ പറയുന്നത് ഒരു നാട്ടിൽ സ്ഥിരമായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിലൊന്നും നമ്മളെ കുട്ടികൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ സംഭവിക്കണം എന്താ പറയുക, നമ്മളെ കാലഘട്ടത്തിലൊക്കെ 2-3 മണിക്കൂറൊക്കെ മദ്രസകൾ ഉണ്ടായിരുന്നു, സ്ഥിരമായി മദ്രസ ഉണ്ടായിരുന്നു. അത് പിന്നെ എന്തായി? അത് 2 മണിക്കൂറായി, 1 മണിക്കൂറായി, പിന്നെ അത് പോയി പിന്നെ ശനി ഞായറായി, ഇപ്പൊ വെറും ഞായറായി, ഞായറാഴ്ചയും പോയി കണ്ട് ഇപ്പൊ എന്തായി? വെറും ഓൺലൈൻ സാധനമായി മാറി. ഇവിടെ ഓൺലൈനിൽ കുട്ടി ക്ലാസ് അങ്ങനെ കേൾക്കുന്നുണ്ടാവും, കുട്ടി അങ്ങനെ കടന്നുറങ്ങുന്നുണ്ടാവും. എന്നിട്ട് രക്ഷിതാക്കളോട് ചോദിച്ചാൽ എൻ്റെ കുട്ടി ഓൺലൈനിൽ പഠിക്കുന്നുണ്ട്, അറിയാം എന്ത് പഠിപ്പിക്കല്. ഞാൻ ഓൺലൈൻ മദ്രസ വേണ്ടെന്നല്ല പറയുന്നത്. മദ്രസ സംവിധാനം ഫിസിക്കലായിട്ട് മദ്രസയിൽ പഠിക്കാൻ സൗകര്യമില്ലാത്ത നാടുകൾ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ മലയാളികൾ ലോകത്തിന്റെ പല ഭാഗത്തും
മദ്രസ സംവിധാനം കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് ഓൺലൈൻ മദ്രസ വേണം. അൽഹംദുലില്ലാഹ് നമ്മുടെ എഡ്യൂക്കേഷൻ ബോർഡ് ഓൺലൈൻ മദ്രസ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന് കുട്ടികളെ ചേർക്കുവാനുള്ള ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ പങ്കെടുക്കേണ്ടതാരാ? പ്രാഥമികമായി പ്രാദേശിക മദ്രസയുടെ സൗകര്യം ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണത്. പക്ഷേ ആളുകൾ ഇപ്പം തൊട്ട് ഉമ്മരത്ത് മദ്രസ ഉണ്ട് എന്നുണ്ടെങ്കിലും അതിലേക്ക് പോകാനുള്ള മടി കൊണ്ട് എന്ത് ചെയ്യും? ഇങ്ങനത്തെ എന്തെങ്കിലും സംവിധാനം. അതെന്തിനാ? അത് പള്ളി കമ്മിറ്റിക്കാരെ ബോധ്യപ്പെടുത്താൻ, സംഘടനാ പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ. എന്തേ നിങ്ങളെ മകനൊന്നും മദ്രസയിൽ പഠിക്കണില്ലേ ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാനുള്ള ഒരു പരിപാടി മാത്രം. ഇത് എവിടേക്കാ പോണത്? ഇവിടെ എന്താ അതിന് കാരണം? അവനെന്താ വെച്ചാല് പിന്നെ അവന്റെ മറ്റ് ഇംഗ്ലീഷ് മീഡിയത്തിലെ പഠനം ഭയങ്കര ഒരുപാട് എഴുതാണ്ട്, ഒരുപാട് പഠിക്കാണ്ട്, അവിടുത്തെ ഓട്ടോറിക്ഷ നേരത്തെ വരും. അപ്പൊ അത് കോംപ്രമൈസ് ചെയ്താൽ വലിയ പ്രശ്നമാണ്. കാരണം കുട്ടിയെ പറ്റി നമ്മൾ വലിയ പ്രതീക്ഷയാണ് നമ്മൾ വെച്ച് പുലർത്തുന്നത്. അവൻ എഞ്ചിനീയർ ആക്കണം, ഡോക്ടർ ആക്കണം, അതിന്റെ അപ്പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. നല്ലതാണ്, അതൊന്നും വേണ്ടെന്നല്ലേ ഞാൻ പറയുന്നത്. പക്ഷെ ഈ മതബോധം കൊടുക്കാതെ, പടച്ചോണ്ട് പരലോകമുണ്ട് എന്നുള്ള ബോധം കൊടുക്കാതെ, അതിനാണ് ധാർമ്മികത എന്ന് പറയാം. ആ ധാർമ്മികത കൊടുക്കാതെ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ച നിങ്ങൾ എഴുതി വെച്ചോ, ഈ ദുനിയാവിന് വരെ ആ കുട്ടികളെ നമുക്ക് കിട്ടൂല. നമ്മൾ പ്രായമായി ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ICUവിൽ അഡ്മിറ്റ് ചെയ്താൽ പോലും മകനെ വിളിച്ചാൽ മകൻ UK ലാണെന്ന് പറയും, എനിക്ക് ലീവ് കിട്ടൂല എന്ന് പറയും. ആ ഹോസ്പിറ്റലിന്റെ അക്കൗണ്ട് നമ്പർ അയച്ചേരി ബില്ല് ഞാൻ ഇവിടുന്ന് അയച്ചു കൊടുത്തോളാം എന്ന് പറയും. പക്ഷെ ആ മകൻ വന്നുകാണ്ട് കാണാൻ അവന് കഴിയില്ല. ഇനി വല്ലാതെ നാട്ടുകാരും കുടുംബങ്ങളൊക്കെ എന്താ പറയാന്ന് വിചാരിച്ചിട്ട് അവരെ കണ്ടുകൊള്ളിടാൻ വേണ്ടി ഒന്ന് വന്നു എന്ന് വരും ചിലപ്പോൾ. വന്നിട്ട് പിന്നെ അവന്റെ ചിന്ത എന്താ അറിയോ? ഇതിപ്പോ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അതിപ്പോ എപ്പോഴാ എന്റെ ലീവാണെങ്കിൽ കഴിയണുണ്ട്, ഇനി എന്താ ഇപ്പൊ കാട്ടണ്ടു. അപ്പൊ സ്വന്തം വാപ്പ ജീവിച്ചിരിക്കണം എന്നല്ല അവന്റെ മനസ്സിലുണ്ടാകുക. ഇതാണ് നമ്മുടെ പിന്നെ കുട്ടികളുടെ മാനസികാവസ്ഥ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് മരിക്കണ സമയത്ത് വെള്ളം തരാൻ പോലും ഉണ്ടാവില്ല എന്നാ ഞാൻ പറയുന്നത്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മള് കാപ്പി വാങ്ങി കുടിക്കാറില്ലേ? ആ കാപ്പി വാങ്ങി കുടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ആ ഗ്ലാസ് കൈകാര്യം ചെയ്യുക. ഏതുവരെ കൈകാര്യം ചെയ്യും? ആ ഗ്ലാസ്സിൽ അവസാനത്തെ തുള്ളി ചായ കാപ്പിയും അവസാനിക്കുന്നത് വരെ നമ്മളത് ശ്രദ്ധിക്കും. അതിൽ ഇനി ഒട്ടും കുടിക്കാനില്ല എന്ന് മനസ്സിലായ കുറച്ചേരം കൂടിയൊക്കെ അതിങ്ങനെ കയ്യിൽ വെക്കും. പിന്നെ അതുണ്ട് പിടിച്ചിട്ട് ചുരുട്ടിയിട്ട് എന്ത് ചെയ്യും? തൊട്ടപ്പുറത്തെ വേസ്റ്റ് ബോക്സ് കൊണ്ടുപോയിടും. ഇതേപോലെ വാപ്പാനും ഇമ്മാനിയും ഒരു ATM മെഷീനായിട്ടാണ് ഇന്ന് കുട്ടികൾ കാണുന്നത്. പൈസക്ക് വേണ്ടി മാത്രമുള്ള ഒരു സാധനം. അതിനു വേണ്ടി മാത്രം വാപ്പാനോടും ഉമ്മാനോടും ബന്ധപ്പെടുക. വേറെ ഉള്ള ഇന്റെ കാര്യത്തിലൊന്നും നിങ്ങൾ ഇടപെടണ്ട. ഞാൻ എവിടേക്ക് ഇന്നലെ പോയി എന്ന് ചോദിക്കണ്ട. ഞാൻ എന്താ പഠിക്കണമെന്ന് നിങ്ങൾ ചോദിക്കണ്ട. കോഴ്സിനെ പറ്റി ചോദിച്ചാലോ നമുക്കൊന്നും മനസ്സിലാകാത്ത കുറെ ഉത്തരമാണ് പറയും. അത് ആ കോഴ്സ് അങ്ങോട്ടായി, ഈ പേപ്പർ ഇങ്ങോട്ടായി, മറ്റേ സെമസ്റ്റർ അവിടെയാണ്, ഇതൊക്കെ പാടെ കേട്ട ഈ സാധു വാപ്പ എന്ത് ചെയ്യും? ആകെ പ്രയാസപ്പെടും. ഇപ്പം എന്തെങ്കിലും പഠിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കും. ഇവിടെ കാശ് ഇവിടുന്ന് ഇങ്ങനെ മാസത്തിൽ വാങ്ങിക്കൊണ്ടുപോവുകയും ചെയ്യും. എന്താ സംഭവിക്കുന്നത്? നമ്മൾ ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊടുത്തിട്ട് അവസാനം നമുക്ക് ഉപകാരപ്പെടാതെ പോവുകയാണ്. ദുനിയാവിൽ തന്നെ ഉപകാരപ്പെടാതെ പോവുകയാണ്. അവിടെയാണ് ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന പ്രമേയത്തിന്റെ പ്രസക്തി എന്ന് ഞാൻ പറയുന്നത്. ഞാൻ പ്രസംഗത്തിന്റെ ആമുഖത്ത് പറഞ്ഞില്ലേ, കുട്ടികൾ സമരത്തിലാണ്, അവർ നെഗറ്റീവായ സമരത്തിലാണ്. നമ്മൾ കേരളത്തിൽ വിസ്ഡം സ്റ്റുഡൻസ് പറയുന്നത് ധർമ്മസമരത്തിന്റെ പാതയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരണം. ഇതാണ് അതിന് പരിഹാരം. ധർമ്മസമരത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരണം. എന്താ? ഒരു നാളെ നമ്മളൊരു പ്രവർത്തകൻ പറയാം, അവന് ഫോൺ വന്നു. ഈ വിസ്ഡം സ്റ്റുഡൻസിന്റെയോ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകനൊന്നല്ല, വേറെ ഏതൊക്കെ പ്രവർത്തകനാണ്. അയാൾ വിളിച്ചിട്ട് പറയണത് എന്താന്ന് ചോദിച്ചാല്, പിന്നെ ഞാനിപ്പോൾ നിങ്ങളെ സംഘടനന്റെ ആളൊന്നുമല്ല, പക്ഷേ നിങ്ങളാ നടത്തുന്ന കുട്ടിയൊക്കെ നടത്തുന്ന ക്ലാസ്സും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതിലെന്റെ ചെറുക്കനെയും വേണം വിളിക്കാം, അതിലെന്റെ മകനെയും വേണം വിളിക്കാം. കാരണം എന്താ? മക്കൾ ശരിയാകണമെന്ന് രക്ഷിതാക്കൾക്ക് പലർക്കും ആഗ്രഹമുണ്ട്. അത്രമേൽ പ്രശ്നമാണ് നമ്മുടെ നാട്. അപ്പൊ വിസ്ഡം സ്റ്റുഡൻസ് പറയുന്നത് ധർമ്മസമരത്തിന്റെ ധർമ്മസമരത്തിലേക്കായിരിക്കണം നമ്മുടെ മക്കൾ വരേണ്ടത്, അല്ലാതെ ഈ നെഗറ്റീവായ സമരത്തിലേക്കല്ല. അതിന് ക്യാമ്പസിൽ നിന്ന് കുട്ടികളെ നമ്മൾ തിരിച്ചു വിളിക്കണം. ഇൻഷാ അല്ലാഹ് അതിനാണ് മെയ് 11-ാം തീയതി പെരിന്തൽമണ്ണയിൽ ഐതിഹാസികമായ ഒരു വിദ്യാർത്ഥി സമ്മേളനം നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഈ വാഴക്കാട് പരിസരത്ത് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇതാ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്ലിപ്പ് വേണമെങ്കിൽ ഇത് കിട്ടും, ഒരു സ്ലിപ്പ് കിട്ടും. ആ സ്ലിപ്പ് വാങ്ങിയിട്ട് നിങ്ങളുടെ മകന്റെ പേരും ഫോൺ നമ്പറും, അതാണ് ആ സ്ലിപ്പ്. ഇതിൽ പേരുണ്ട്, അവരുടെ വയസ്സ്, അതുപോലെ ക്ലാസ്, കോഴ്സ്, പ്ലേസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, പിന്നെ കോൺടാക്ട് നമ്പർ. ഇത് നിങ്ങൾ എഴുതിയിട്ട് ഇവിടെ ഏതെങ്കിലും ബോക്സിൽ ഇടുക. എന്തുകൊണ്ട്? അവിടെ ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സ് കൊണ്ടുപോയിട്ടാൽ മതി. ആ ബോക്സ് കൊണ്ടുപോയിട്ടാല് നിങ്ങളെ കുട്ടിയെ വിളിച്ച് ഇവിടുന്ന് വണ്ടി പുറപ്പെടുന്ന സമയവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇത് നമ്മളിങ്ങനെ ആലോചിച്ചില്ല, എനിക്കിപ്പോ ഈ പ്രായത്തിൽ 8ാം ക്ലാസ് മുതൽ ഡിഗ്രിക്ക് പഠിക്കുന്ന, PGക്ക് പഠിക്കുന്ന മുഴുവൻ കുട്ടികളുടെയും സമ്മേളനമാണ്. അത് ആൺകുട്ടികളും പെൺകുട്ടികളും രണ്ട് കൂട്ടർക്കും അവിടെ പരിപാടിയുണ്ട്.
അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടി എനിക്കില്ലല്ലോ. നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളെ അനുജനുണ്ടാകും, നിങ്ങളെ ജ്യേഷ്ഠനുണ്ടാകും, നിങ്ങളെ അമ്മാവനുണ്ടാകും, നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും. അത് ഇവിടെ ഇവിടെ വാഴക്കാടോ ഇടവണ്ണപ്പാറയോ അരീക്കോടോ ആയിരിക്കില്ല, ഒരുപക്ഷെ കോഴിക്കോടായിരിക്കും, ഒരുപക്ഷെ ലക്ഷദ്വീപിലായിരിക്കും, ഒരുപക്ഷെ ഇപ്പോൾ അവർ എവിടെയെങ്കിലും യൂറോപ്യൻ നാടുകളിലായിരിക്കും. എവിടെയാകട്ടെ അവരെ നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാം. ദൂരെയുള്ള ആളുകൾക്ക് ഓൺലൈനിൽ ഇതിന്റെ ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി. അവിടെ നല്ലൊരു സ്ക്രീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്ക്രീനിന്റെ മുമ്പിൽ ഇരുന്നാൽ പെരിന്തൽമണ്ണയിൽ എങ്ങനെ ആ കുട്ടികൾ ആ സമ്മേളനം ആസ്വദിക്കുന്നുവോ അതുപോലെ അവർക്ക് അവരുടെ റൂമിൽ ഇരുന്നു കൊണ്ട് ആസ്വദിക്കാൻ കഴിയും. കാലഘട്ടം അങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നല്ലൊരു IT ടീം ഇന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിലുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ട് എങ്കിൽ അതിമനോഹരമായ രീതിയിൽ തന്നെ ആ സമ്മേളനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ലൈവായി ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ബന്ധുക്കൾ എവിടെയൊക്കെയുണ്ടോ അവരെയൊക്കെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെടുത്താം. അവരെ നിങ്ങൾക്ക് ഫിസിക്കലായി പെരിന്തൽമണ്ണയിൽ എത്തിക്കാൻ നമുക്ക് കഴിയണം, നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെ. പക്ഷേ കുട്ടികളോട് ഒരു പ്രാവശ്യം പറഞ്ഞാലും 2 പ്രാവശ്യം പറഞ്ഞാലും അവർ ചിലപ്പോൾ വന്നോളന്നില്ല. കാരണം എന്താ അറിയോ, കുട്ടികൾക്ക് ഇന്ന് ഉപദേശം കേൾക്കലൊക്കെ വലിയ പ്രശ്നമാണ്. അവർക്ക് അപ്പം എന്താ, എനിക്ക് തിരക്കാണ്, പ്രശ്നമാണ്, എനിക്ക് ക്ലാസ് ഉണ്ട്, എനിക്ക് എക്സാം ഉണ്ട്, പരീക്ഷ ഉണ്ട്, അങ്ങനെ ഉണ്ടെന്ന് ഓരോന്നും പറയും. എന്നാൽ ഇതേ കുട്ടി തന്നെ ഒരു ദിവസം ഞായറാഴ്ച ഇറങ്ങിപ്പോയി, എടുക്കാൻ മോനെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ പാടെ കൂട്ടി ഊട്ടി പോവുകയാണ്. എൻ്റെ ബർമുട കെട്ടുങ്ങാണ്ട് ബൈക്കൊക്കെ സ്റ്റാർട്ടാക്കി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവന് പരീക്ഷൻ്റെ പ്രശ്നമില്ല, കല്യാണത്തിന് പ്രശ്നമില്ല, സൽക്കാരത്തിന് പ്രശ്നമില്ല, ടൂർ പോകാൻ പ്രശ്നമില്ല. ഏതെങ്കിലും എവിടെയെങ്കിലും കൂട്ടുകാരന്റെ കല്യാണം ഉണ്ടെങ്കിൽ ആ ഒരു ദിവസത്തിന്റെ കല്യാണത്തിന് 4 ദിവസം പോയി അവിടെ നിൽക്കാനേ പ്രശ്നമില്ല. എന്തിനേ പ്രശ്നമുള്ളൂ? ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അതിനൊന്ന് പോരണമെന്ന് പറഞ്ഞ പ്രശ്നം. ഇത് ശൈത്താൻ നമ്മുടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടെയാണ് ഒരു രക്ഷിതാവാകേണ്ടത്. ഇതിന് പോകൽ നിർബന്ധമാണ്. കാരണം ആ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരെ ഉള്ളിൽ നന്മയുണ്ട് സുഹൃത്തുക്കളെ. ആ കുട്ടികൾ മോശക്കാരല്ല. അവർക്ക് ഈ പരലോകത്തെ കുറിച്ചും പടച്ചോനെ കുറിച്ചും കേട്ടാൽ അവർ മാറും. എത്ര കുട്ടികൾ മാറിയിട്ടുണ്ട് അല്ലേ? പ്രോഫ് കോണിന് വന്ന കുട്ടികൾ, പിടിച്ചുകൊണ്ടുപോയ കുട്ടികൾ, ഇഷ്ടമില്ലാതെ അവിടെ ഇരുന്ന കുട്ടികൾ, എത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രോഫ് കോണിന്റെ 3 ദിവസം ഉണ്ടാകുക. ആദ്യത്തെ ദിവസത്തിൽ പ്രോഗ്രാം തുടങ്ങുമ്പോൾ ആരും കാണാതെ കൂട്ടമായി കുട്ടികൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും, ബാക്ക് ഡോറിൽ കൂടി ഇങ്ങനെ ഇറങ്ങി പിന്നെ ഗേറ്റിന്റെ അവിടേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പൊ ഗേറ്റിന്റെ അവിടെ ഉണ്ടാവും കുറച്ച് വളണ്ടിയേഴ്സ്. ഓല് പറയും, നിങ്ങൾ എവിടുക്കാ, നിങ്ങൾ പരിപാടിക്ക് വന്നതല്ലേ? അപ്പൊ വീട്ടിൽ നിന്ന് പരിപാടിക്കാന്ന് പറഞ്ഞ് പോന്നിട്ട് വേറെ വഴിക്ക് പോകാനുള്ള ഗ്യാങ്ങാണ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മളെ വളണ്ടിയേഴ്സ് അവരെ ഇരുത്തി ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് റൂമിൽ തന്നെ കൊണ്ടുവന്നാക്കി. പിന്നെ 2 ദിവസം കഴിഞ്ഞ് മുഴുവൻ പരിപാടിയും കേട്ട് ഇറങ്ങി പോകുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് ആ കുട്ടികൾ പോകാറുള്ളത്. ആ ഗേറ്റിൽ തടഞ്ഞു വെച്ച അവരുടെ ജ്യേഷ്ഠന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ പോകാറുള്ളത്. അന്ന് വരെ വാപ്പ എന്താണെന്നറിയാത്ത, ഉമ്മ എന്താണെന്നറിയാത്ത ആ മക്കൾ വാപ്പയെ തിരിച്ചറിയുന്ന ദിവസമാണത്, ഉമ്മയെ തിരിച്ചറിയുന്ന ദിവസമാണത്, തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിയുന്ന ദിവസമാണത്. അങ്ങനെയാണ് ഒരു വലിയ വിദ്യാർത്ഥി സമൂഹത്തെ ഈ ഒരു കാലഘട്ടത്തിലും ഈ ലിബറലിസത്തിന്റെ കുത്തൊഴുക്കിലും അതിലൊന്നും അകപ്പെടാതെ പിടിച്ചു നിർത്തുവാൻ വിസ്ഡം സ്റ്റുഡൻസിന് കഴിഞ്ഞിരിക്കുന്നത്. ഈ ഒരു ലക്ഷ്യബോധമുള്ള കുട്ടികളെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു കഴിവ് നമുക്കുള്ളത്. ആ കഴിവ് നമ്മുടെ കഴിവല്ല, അത് വിശുദ്ധ ഖുർആനിന്റെ കഴിവാണ്, അത് പരലോകബോധത്തിന്റെ കഴിവാണ്, അത് പടച്ചവനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചിന്തയാണ്, അത് ധാർമ്മികതയുടെ കഴിവാണ്. ആ ധാർമ്മികതയുടെ സമരകാഹളം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ തേരിതെളിയിക്കുവാനുള്ള ദിവസങ്ങളാണ് ഇനിയുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞ് കാലം കഴിക്കുകയല്ല, പരിഹാരങ്ങളിലേക്ക് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കളെ ഇന്നാണ്ട് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം, പരമാവധി വീടുകളിൽ, അത് ഏത് വീടെന്ന് നോക്കണ്ട, എല്ലാ വീട്ടിലുള്ള കുട്ടികളും നമ്മുടെ കുട്ടികളാണ്. അവരൊന്നും മദ്യം ഉപയോഗിക്കാൻ പാടില്ല, ലഹരി ഉപയോഗിക്കാൻ പാടില്ല, അവർ സ്ത്രീകളെ പീഡിപ്പിക്കുവാൻ പാടില്ല, അവർ കൊച്ചനുജനെ തച്ചു കൊല്ലാൻ പാടില്ല, അവർ ഉമ്മയുടെ കഴുത്തെറുക്കാൻ പാടില്ല, അവർ ലഹരിയുടെ ലോകത്തിലേക്ക് പോകാൻ പാടില്ല, അവര് പലിശയുടെ കടക്കണിയിൽ പെടാൻ പാടില്ല, ആർഭാട ജീവിതത്തിന്റെ പിന്നാലെ പോകാൻ പാടില്ല. ഏതെങ്കിലും ഉസ്താദന്മാര്, ഏതെങ്കിലും മുസ്ലിയാക്കന്മാര് ഒരുങ്ങി ഇരയെ പിടിക്കാൻ വേണ്ടി വലയും വിരിച്ച് കാത്തിരിക്കുന്ന ആത്മീയ ഭവാണിപക്കാരുടെ ആ കെണിയിൽ പെടാൻ അവർ പാടില്ല. അവർ ഊതിക്കൊടുക്കുന്ന വെള്ളം കുടിക്കാൻ പാടില്ല, അവരുടെ അന്ധവിശ്വാസത്തിലേക്ക് പോകാൻ പാടില്ല, വീട്ടിൽ പ്രസവിക്കാമെന്ന ആശയത്തിലേക്ക് പോകാൻ പാടില്ല. അവര് ധർമ്മത്തിന്റെ ശരിയായ ഈ ചിന്തയിലേക്ക്, ഈ സമരപാതയിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരണം. അതിനെന്തു വേണം? അങ്ങനെയുള്ള കുട്ടികളുമായി നമ്മൾ അവരെ ചേർത്ത് കൊടുക്കണം.
അതിന് ചെറുപ്രായത്തിലുള്ള മദ്രസ സംവിധാനം ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ അന്നൗറ എന്ന് പറയുന്ന സ്ഥാപനം അതിനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ വീട്ടിലെ ഒരു അംഗമായി കണ്ടുകൊണ്ട് നമ്മളൊരു മാസത്തിൽ ബില്ലടക്കുന്നത് പോലെ, വെള്ളത്തിന് ബില്ലടക്കുന്നത് പോലെ, ഇന്റർനെറ്റിന് ബില്ലടക്കുന്നത് പോലെ, കറണ്ട് ബില്ലടക്കുന്നത് പോലെ, നമ്മുടെ വീട്ടിലെ സാധന സാമഗ്രികൾ വാങ്ങുന്നത് പോലെ ഇതിനൊരു വിഹിതം നമ്മൾ മാറ്റിവെക്കണം. അത് യാഥാർത്ഥ്യമാകണം. ഈ വാഴക്കാടിന്റെ ഒരു ശിലാകേന്ദ്രമായി അത് വളർന്നു വരണം. അവിടെ നിന്ന് ഒരു വലിയ പ്രകാശം ഉയർന്നു വരണം. ആ പ്രകാശത്തിൽ, ആ വെട്ടത്തിൽ ഈ വാഴക്കാട് പരിസര പ്രദേശങ്ങൾ തൗഹീദിന്റെ പ്രഭ ചൊരിയണം, സുന്നത്തിന്റെ പ്രഭ ചൊരിയണം. ഇവിടെ ധർമ്മത്തിന്റെ വഴിവെട്ടണം, ഈ അധർമ്മത്തിന്റെ വഴികൾ ഇല്ലാതെയാക്കണം. അതിനുള്ള ഒരു കേന്ദ്രമായി ആ സ്ഥാപനം മാറിക്കഴിയേണ്ടതുണ്ട്. അതിനെ നമ്മൾ ചേർത്ത് പിടിക്കണം. എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, അടുത്ത തലമുറക്ക് വേണ്ടി. ഇതൊക്കെ ഉണ്ടാവുള്ളൂ സുഹൃത്തുക്കളെ, ഇതേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇതിനൊക്കെ എന്തെങ്കിലും കാശ് കൊടുത്താൽ അതേ ഉണ്ടാവും. ചില ആളുകൾക്ക് ഒരു ധാരണയാണ്, എന്ത്, പള്ളിക്ക് പൈസ കൊടുത്താൽ അതിന് കൂലി കിട്ടും. പക്ഷേ ഇതുപോലുള്ള സെന്ററുകൾക്കൊക്കെ പൈസ കൊടുത്തിട്ട് ഇപ്പം എന്താ കാര്യം എന്നൊരു വിചാരം. അല്ലെങ്കിൽ ഒരു സംഘടനാ പ്രവർത്തനത്തിന് പൈസ കൊടുത്തിട്ട് എന്താ കാര്യം എന്നാ കേൾക്കണം നിങ്ങൾക്ക്. ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇവിടെ പള്ളികൾ ഉണ്ടാകുന്നത്, ഇവിടെ സമ്മേളനങ്ങൾ ഉണ്ടാകുന്നത്. മനസ്സിലാവുണ്ടോ? ഈ സമ്മേളനം അള്ളാഹ് അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് മെയ് 11-ാം തീയതി 10,000-കണക്കിന് കുട്ടികൾ അള്ളാഹ് തൗഫീഖ് ചെയ്യണമെങ്കിൽ അവിടെ ഉണ്ടാവും. ആ കുട്ടികളില്, ആ വന്ന കുട്ടികളിൽ 1000 കുട്ടികൾക്ക് വെളിച്ചം കിട്ടി, ഒരു 10 കുട്ടികൾക്ക് വെളിച്ചം കിട്ടിയായിരിക്കും. ആ സമ്മേളനത്തിന് ആരെങ്കിലും പൈസ കൊടുത്തിക്കണമെങ്കിൽ അത് മുതലായി സുഹൃത്തുക്കളെ. അത് നമ്മൾ മരിച്ചു പോയാൽ നമുക്ക് ഖബറിൽ അത് കിട്ടും. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. നിങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിക്കുന്നത് നാമാണ്. നിങ്ങൾ ചെയ്തു വെച്ചതും അതിന്റെ അനന്തരഫലങ്ങളും നിങ്ങളുടെ ഒരു രേഖയിൽ നാം രേഖപ്പെടുത്തി വെക്കും. ശരിക്കും ശ്രദ്ധിക്കണം, സൂറത്ത് യാസീനിലുള്ള ആയത്ത് എല്ലാവർക്കും പരിചയമുള്ള ആയത്താണ്. പ്രവർത്തിച്ചത് മാത്രമല്ല, അതിന്റെ അനന്തരഫലങ്ങൾ കൂടി രേഖപ്പെടുത്തും. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പണം കൊടുത്തതിന്റെ പേരിൽ ഉണ്ടായ ഒരു പ്രോഗ്രാം, പണ്ടത്തെ പോലെയല്ല. അപ്പോ ഒരു പ്രോഗ്രാം റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സമ്മേളനം തത്സമയം ചിലപ്പോൾ അത് ലൈവിൽ കാണുക ഒരു 10,000 ആളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നിമിഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് ലക്ഷങ്ങളിലേക്ക് എത്തും. ദിവസങ്ങളും ആഴ്ചകളും മുന്നോട്ട് പോകുമ്പോൾ എത്രയോ ലക്ഷങ്ങൾ കണക്കിന് ആളുകൾ അത് കാണും. പിന്നെ ഈ സംവിധാനങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം അത് യൂട്യൂബിൽ മനുഷ്യന്മാർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര ആളുകൾക്ക് വെളിച്ചം കിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതിൻ്റെയൊക്കെ ഒരു കൂലി നമുക്ക് കിട്ടില്ലേ? ഇതിന് 10 രൂപ കൊടുത്താൽ. ഞാൻ പറയുന്നത് ഇപ്പൊ പിന്നെ നമ്മളെ പെരുന്നാൾ റമദാൻ കഴിഞ്ഞ് ഒരുപാട് പൈസ നമ്മൾ ദാനം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ക്ഷീണം നമുക്കുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നു, ഈ സമ്മേളനത്തിന് വേണ്ടി നമ്മുടെ ഒരു വിഹിതം നമ്മൾ കൊടുക്കണം. ഇതിന്റെ ബസ്സിനും ഇതിന്റെ സംവിധാനത്തിനും ഇതിനെ സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ പത്രം ഇങ്ങനെ വായിക്കുക, ചാനലിലെ വാർത്ത ഇങ്ങനെ കാണുക, എന്തേ നമ്മളെ നാടിനെ പറ്റി, എന്തേ നമ്മളെ കുട്ടികൾക്ക് പറ്റി എന്ന് സങ്കടം പറഞ്ഞ് കഴിയല്ല. ഇതിന് പരിഹാരം ഉണ്ടാക്കണം. ആ പരിഹാരത്തിന്റെ പാതയാണ് നമ്മൾ തുറന്നിരിക്കുന്നത്. ആ പാതയിലൂടെ നമ്മൾ കയറണം. ഒരു പുഴയുടെ വക്കത്ത് ചെന്ന് നിന്നിട്ട് എനിക്ക് പുഴ മുറിച്ച് കിടക്കണം, അപ്പുറത്തേക്ക് പോകണം, അതിന് കരഞ്ഞിങ്ങനെ നിൽക്കുക. എന്താ ഒരു മാർഗ്ഗമില്ലാത്ത, ആരും എന്താ കൊണ്ടാകാത്തതെന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുക. അപ്പൊ ഒരു തോണിക്കാരൻ വന്നിട്ട് തോണി നിർത്തിയിട്ട് വന്ന് നിങ്ങളിതിൽ കയറി, ഞാൻ അങ്ങോട്ട് ആക്കിത്തരാം. അപ്പൊ നമ്മൾ പറയാം, ഞാൻ തോണി കയറി, ആ തോണിയിലൊന്നും കയറില്ല, എനിക്കാണ് പോകണം. എന്താ ചെയ്യാ? ഇതേപോലെയാണ് എന്ത്, ഇതൊക്കെ നേരാകണം. കുട്ടികൾ നന്നാകണം, പരിപാടി വേണം, ഒക്കെ വേണം. എന്നാ സമ്മേളനം വേണം, അതിന് സെന്റർ വേണം, മദ്രസ വേണം, അതിന് ആസ്ഥാനം വേണം. അതൊന്നും വേണ്ട, അതിനൊന്നും പൈസ തരാനാവില്ല, അതിനൊന്നും സഹകരിക്കാനാവില്ല. കുട്ടികൾ നേരാകണം. എങ്ങനെ ഇത് നടക്കുക? ഇതൊക്കെ നേരാകണമെങ്കിൽ ഇതൊക്കെ വേണം. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മൾ വെറുതെ ഈ പ്രശ്നത്തിൽ നമുക്ക് തലയൂരാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട. ഇതൊരു സംഘടന, ചില ആൾക്കാർക്ക് സംഘടന വളർത്താൻ വേണ്ടിയിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യണത്. നിങ്ങൾ മനസ്സിലായിക്കോളൂ. ഇതൊന്നും ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക അറിയോ? നമ്മളെ വീട്ടിൽ ഇസ്ലാമിയത്ത് വരൂല സുഹൃത്തുക്കളെ. അതിന് പകരം നമ്മളെ കുട്ടികൾ ഈ ലിബറലിസത്തിന് ചിന്താഗതികളെ പിന്നാലെ പോവുക. അവസാനം ഈ ദുനിയാവെന്ന് പോകുമ്പോൾ സ്വന്തം മക്കളെ നമുക്ക് കിട്ടൂല. അവരെ വഹിക്കും, മക്കളെ വഹിക്കും. ഇപ്പൊ ഈ വെഞ്ഞാറമൂട്ടിൽ നടന്ന സംഭവം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു മുസ്ലിം വീടാണല്ലോ ആ അവസ്ഥ. ഇത്ര ആൾക്കാരെ ആ കൊന്ന വീട്ടില് അവരെ വാപ്പ വന്നുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനതിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ആ വാപ്പ പറയണത് എന്താ അറിയാം? ആ വാപ്പ പറയാണ്, 10 ലക്ഷം രൂപ എനിക്ക് ഗൾഫിൽ കടമുണ്ടായിരുന്നു, ഒരു 15 ലക്ഷം നാട്ടിലുണ്ട്. ഈ വിവരം എൻ്റെ അടുത്തുണ്ട്. ഇവരുണ്ടാക്കി വെച്ച ഈ ലക്ഷങ്ങളും കോടികളുടെ കട എനിക്കറിയില്ല. ആരാ കട ഉണ്ടാക്കിയത്? മകന്. ഉമ്മാനെ കൊണ്ടുപോയിങ്ങാണ്ട് പല ആധാരങ്ങളും ഒപ്പിടിച്ച് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഒപ്പിട്ട് കൊടുത്തുങ്ങാണ്ട് അങ്ങോട്ട് കട ഉണ്ടാക്കിയിരിക്കണം. ഇതൊന്നും വാപ്പ അറിയണില്ല എന്ന്. ഒരു വീട്ടിലത്തെ അവസ്ഥ എന്താ? പിന്നെ ആ കൊന്ന കുട്ടി ഉണ്ടല്ലോ, അവന്റെ കാമുകി, ആ കാമുകിന് ഏകദേശം 3ഓളം ദിവസം അവന്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്നാ പറയുന്നത്. എന്നിട്ടാ കൊന്നിക്കണം.
നമ്മളെ വീട്ടിൽ ഒരു വേറൊരു കുട്ടിനെ നമ്മളെ മകൻ കൊണ്ടുവന്ന് താമസിപ്പിച്ച് നമ്മൾ സമ്മതിക്കും? അത് സമ്മതിക്കുന്നുണ്ടെങ്കിൽ ആ വീട് എത്രത്തോളം പിന്നാക്കം പോയി ദീനെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതൊക്കെ എന്താ സംഭവം എന്നറിയോ? ദീനുമില്ല മതമല്ല ഒരു മുസ്ലിം പേര് മാത്രമുള്ള വീടുകൾ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. മുസ്ലിം പേരുണ്ടായതുകൊണ്ടൊന്നും കാര്യമില്ല, ശരിക്കും ഇസ്ലാം ഉള്ളു കയറണം. അത് നമ്മളെ വീട്ടിലേക്ക് വരില്ല എന്ന് വിചാരിക്കണ്ട, നമ്മളെ വീട്ടിലൊക്കെ അത് സംഭവിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മളെ മക്കളെ മദ്രസയിൽ പഠിപ്പിക്കണം. അതുപോലെ അവരുടെ പ്രായത്തിലുള്ള ഈ വിസ്ഡം സ്റ്റുഡൻസിനെ പോലെയുള്ള സംവിധാനത്തിൽ നമ്മളെ കുട്ടികളെ മെമ്പർമാരായിട്ട് ചേർക്കണം. അപ്പൊ ആ കുട്ടികൾ ഒരുമിച്ച് നടക്കും. അപ്പൊ അവർക്ക് അങ്ങനത്തെ ഒരു കൂട്ടുകെട്ടുണ്ടാവും. ഇതുപോലുള്ള സമ്മേളനം ഉണ്ടാവുമ്പോൾ അവിടെ എത്തിക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുണ്ടാവും. ഇതിന് പകരം ഇവർ കാണുന്നത് ഈ DJ പാർട്ടിയും മറ്റു സംവിധാനവും ഈ കുട്ടികൾ ചാടിക്കളിക്കുന്നതും ഒക്കെയാണ്. അപ്പൊ അതിന്റെ പിന്നാലെ പോകും. പക്ഷെ ഇങ്ങനെ ഒരു നല്ലൊരു കാലം, നല്ലൊരു ലോകം, നല്ലൊരു സമൂഹം, ഞങ്ങളെ പ്രായക്കാർ ഇങ്ങനത്തെയും കുട്ടികൾ ഉണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ ഈ കുട്ടികൾ ഈ വഴിക്കും പോകും. അതിന് സംവിധാനം വേണ്ടേ? അപ്പൊ ആ സംവിധാനത്തേക്ക് വരണം. ഞാൻ അവസാനിപ്പിക്കണം സുഹൃത്തുക്കളെ. അത് എല്ലാവരും പേരവിടെ എഴുതി കൊടുത്ത് ഇവിടുന്ന് പോകുന്ന ബസ്സുകൾ മുഴുവൻ ഇനി ബസ് ബുക്ക് ചെയ്തോടെ തന്നെ നിൽക്കണ്ട, ഇനിയും നമുക്ക് ബസ്സുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ 4-5 ബസ് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അത് പോരാ. എത്രമാത്രം നമ്മൾ സ്കോഡ് വർക്ക്, ഒരു ദിവസം 2-3 മണിക്കൂർ ഇതിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കും. ഇന്ന വീട് എന്നല്ല, നമ്മളെല്ലാവരുടെ വീട്ടിലും, കുടുംബക്കാരുടെ വീട്ടിലും, അയൽപ്പക്കക്കാരുടെ വീട്ടിലും, അത് ഏത് സംഘടന എന്നുള്ളതില്ല. കാരണം എല്ലാവരോടും നമുക്കിത് പറയാനുണ്ട്. അത് താല്പര്യമുള്ളത് കേൾക്കട്ടെ, ഒരു പരിഹാരം ഉണ്ടാകട്ടെ. ഈ പരിഹാരത്തിനെ പറ്റിയല്ലേ കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമാണ് ഈ വിസ്ഡം സ്റ്റുഡൻസിന്റെ സമ്മേളനം മുന്നിൽ വെക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി ദിവസങ്ങളുണ്ട്. ഇനി എവിടേക്ക് നമുക്ക് പരിപാടി വെക്കാൻ പറ്റുമോ? ശാഖകളിൽ കുടുംബയോഗങ്ങൾ നടക്കണം, അങ്ങാടികളിൽ ഇതുപോലുള്ള പ്രസംഗങ്ങൾ നടക്കണം. അങ്ങനെ ആ നാട് ഉണരട്ടെ. ഈ തെറ്റും തിന്മകളും മാത്രമല്ല, നന്മ പ്രകാശിക്കട്ടെ. ഒരു വിളക്കൊരോടത്ത് ഇരുട്ടിൽ കത്തിച്ച് വെച്ചാൽ അവിടെ അതിനോട് ഇഷ്ടമുള്ളവരൊക്കെ അതിൻ്റെ അടുത്തേക്ക് വരും, സംശയിക്കൊന്നും വേണ്ട. അപ്പൊ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണം. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്, നമ്മുടെ രാജ്യം വളരെ നിർണായകമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുൻഗാമികൾ വഖഫ് ചെയ്ത നമ്മുടെ വഖഫ് സ്വത്തുക്കൾ അത് അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു നിയമമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് പാസ്സാക്കപ്പെട്ടിരിക്കുന്നത്. എന്താ വിഷയം? ഒരാളൊരു വൈറ്റ് പേപ്പറിൽ ഒരു പരാതി എഴുതിയിട്ട് ഇതാ ഇന്ന സാധനം വഖഫ് സ്വത്തല്ല, അത് ഇന്ന ആളതാണ് എന്ന് പറഞ്ഞൊരു പരാതി എഴുതി കൊടുത്താൽ അത് നേരെ ജില്ലാ കളക്ടർ മുമ്പിൽ എത്തും. ജില്ലാ കളക്ടർ അത് ഫയലിൽ സ്വീകരിച്ചാൽ ആ ദിവസം മുതൽ പിന്നെ ആ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല. ഇതാ നിയമം. അവിടെ പിന്നെ എന്ത് പാടില്ല? നിർമ്മാണ പ്രവർത്തനം പാടില്ല, അവിടുത്തെ വരുമാനം എടുക്കാൻ പാടില്ല. എല്ലാം ഡിസ്പ്യൂട്ട് ലാൻഡായി മാറ്റുന്നു എന്നതാണ്. അതിന് കൊണ്ടുപിടിച്ച ഒരു ശ്രമമാണ് ഈ വഖഫ് ഭേദഗതി ബില്ലിലൂടെ കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിനെതിരെയുള്ള പോരാട്ടം നമ്മളെല്ലാവരും ഒന്നിച്ച് നിർവഹിക്കേണ്ടതുണ്ട്. അതൊരു കേവല മുസ്ലിം പ്രശ്നം മാത്രമല്ല, മുസ്ലിങ്ങളുടെ വിഷയമാണത്. പക്ഷെ മുസ്ലിം പ്രശ്നം മാത്രമല്ല, നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരിലുള്ള ഒരു പ്രശ്നമാണ്. കാരണം മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന നമുക്ക് അനുവദിച്ചു നൽകുന്നതാണ്, മൗലികാവകാശത്തിന്റെ ഭാഗമാണ്. ഇഷ്ടമുള്ള മതം സ്വീകരിക്കാമെന്ന് മാത്രമല്ല, ഇഷ്ടമുള്ള മതം ആചരിക്കാമെന്ന് മാത്രമല്ല, ഇഷ്ടമുള്ള മതം ആചരിക്കാനും സ്വീകരിക്കാനും അത് പ്രബോധനം ചെയ്യുവാനും മാത്രമല്ല, അത് പ്രബോധനം ചെയ്യുവാനുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുവാനും അതിന് ഭൂമി വഖഫ് ചെയ്യുവാനും ആ വഖഫ് ചെയ്ത ഭൂമിയെ സംരക്ഷിക്കുവാനും ഒക്കെയുള്ള അവകാശം മൗലികാവകാശത്തിന്റെ ഭാഗമാണ്. ആ മൗലികാവകാശം ഹനിക്കപ്പെടുന്ന ഒരു നിയമമാണ് ഇന്ന് അവരുടെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റിൽ പാസ്സാക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെതിരെയുള്ള പോരാട്ടം 2 തരത്തിൽ നടക്കേണ്ടതുണ്ട്. ഒന്ന്, നിയമ പോരാട്ടം നടക്കണം. അൽഹംദുലില്ലാഹ് ഈ കഴിഞ്ഞ സമയം കൊണ്ട് തന്നെ ഏകദേശം 120-ലധികം പരാതികൾ, ഹർജികൾ സുപ്രീം കോടതിയിൽ ഇതിനെതിരിൽ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ വളരെ ഗൗരവത്തിൽ സന്തോഷപൂർവ്വം ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതിൽ വളരെ മുസ്ലിം സംഘടനകൾ വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളാണ്. ഇവിടുത്തെ കോൺഗ്രസ് ആണ് ഇതിന്റെ 1-ാമത്തെ ഫയല് ഹർജി അവിടെ കൊടുത്തിരിക്കുന്നത്. പാർലമെന്റിൽ തീപാറിയ ചർച്ച നടക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഈ വഖഫ് ബില്ലിനെ ഒരിക്കലും എതിർക്കാൻ പാടില്ല, നിങ്ങൾ ഇവിടെ കേരളത്തിലെ എംപിമാർ എതിർക്കാൻ പാടില്ല എന്ന് ഒരു പരസ്യ പ്രസ്താവന നടത്തുകയുണ്ടായി. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി അവിടെ വെച്ചുകൊണ്ട് ഇതിനെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്യുന്ന രംഗം നമ്മൾ കണ്ടു. അതിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് കോടതിയിലും പോയിരിക്കുന്നത്. ഇത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോഴും അവശേഷിക്കുന്ന മതനിരപേക്ഷ നിലപാടിന്റെ ഒരു ശക്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എല്ലാവരും ഒന്നിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഇവിടെയുള്ള മുസ്ലിമീങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തെറ്റിക്കുവാൻ.
ഇവിടെയുള്ള മറ്റു ഹൈന്ദവരെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിക്കുവാൻ ചില സമുദായ നേതാക്കന്മാർ വന്നുകൊണ്ട് മലപ്പുറം ജില്ല ശ്വാസം മുട്ടിക്കഴിയുകയാണ്. ഞങ്ങളുടെ ആളുകൾ ഇവിടെ സംസാരിക്കാൻ കഴിയില്ല, ഇവിടെ സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ കഴിയില്ല, എന്തിനധികം നോമ്പ് കാലത്ത് ഇവിടെ വെള്ളം പോലും കിട്ടുകയില്ല എന്നൊക്കെ പറഞ്ഞ് ദൂരെയുള്ള ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ തോന്നും ഇങ്ങനെ ഒരു നാടെന്തോ ഒരു ഭീകര രാജ്യമാണ് ഈ മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. എന്നിട്ട് അത് ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകളെയും നമ്മൾ കാണുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ചില നേതാക്കന്മാരുടെ മാത്രം പരിപാടിയാണ്. അവരുടെ സമുദായത്തിലെ അടിത്തട്ടിലുള്ള ആളുകൾ അതൊന്നും അംഗീകരിക്കുന്നില്ല. കാരണം കേരളം എന്ന് പറയുന്നത് എന്താ, എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്ന നാടാണ്. ഉത്തരേന്ത്യയല്ല കേരളം. ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത്, ഹിന്ദുക്കൾ ഒരു ഭാഗത്ത്, ക്രിസ്ത്യാനികൾ വേറൊരു ഭാഗത്ത്, അങ്ങനെ ഓരോ ഗല്ലിയിലാണ് അവരെ താമസം. കേരളത്തിൽ അങ്ങനെയല്ല. ഇവിടെ കുട്ടില് തേങ്ങിട്ടതുപോലെ ഇവിടെ ഒരു ഹിന്ദുവിന്റെ വീടാണെങ്കിൽ അപ്പുറത്ത് ക്രിസ്ത്യാനിന്റെ വീടാണ്, അപ്പുറത്ത് മുസ്ലിമിന്റെ വീടാണ്, അപ്പുറത്ത് വേറൊരു വിഭാഗത്തിന്റെ വീടാണ്. എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്ന ജനസാന്ദ്രത ഏറെയുള്ള ഒരു നാടാണ് നമ്മുടെ കൊച്ചു കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കേരളത്തിനെങ്ങാനും തീ പിടിച്ചാൽ ഓർത്തു വെക്കുക, അത് മുസ്ലിമീങ്ങളുടെ വീടിന് മാത്രമല്ല തീ പിടിക്കുക, അത് ഹിന്ദുക്കളുടെ വീടിന് മാത്രമല്ല തീ പിടിക്കുക, അത് ക്രിസ്ത്യാനികളുടെ വീടിന് മാത്രമല്ല തീ പിടിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ് ഉപമ എന്ന്. എന്താ കപ്പലിന്റെ പ്രത്യേകത? 2 തട്ടുണ്ട് ആ കപ്പലിന്. അതിലെ മുകളിലെ തട്ടിലുള്ള ആളുകൾക്കുള്ള വെള്ളം താഴെ തട്ടിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ താഴെ തട്ടിലുള്ള ആളുകൾക്കുള്ള വെള്ളം മുകളിലത്തെ തട്ടിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അവർക്ക് മുകളിൽ പോയി കുടിച്ചു വരണം. അപ്പോ താഴെയുള്ള കുറച്ച് ആൾക്കാരും തീരുമാനിച്ചു, നമ്മൾ വെള്ളം കുടിക്കാൻ മുകളിലത്തെ തട്ടിൽ ഇങ്ങനെ കയറി പോണ്ടേ, വെള്ളത്തിന് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ചെറിയ ഒരു ഓട്ടം ഉണ്ടാക്കിയാൽ എന്തായി, വെള്ളം കിട്ടുമല്ലോ എന്നും പറഞ്ഞു ഒരു വികൃതി ആള് അവിടെ ഇങ്ങനെ ദ്വാരം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ വേറുള്ള ഒരു 100-500 യാത്രക്കാർ അവിടെ വേറെ സീറ്റിലുണ്ട്. അവര് പറയണെന്ത്, അത് അവന്റെ സീറ്റിന്റെ ഉള്ളിലല്ലേ പിന്നെ ദ്വാരം ഉണ്ടാക്കുന്നത്, അത് ഇന്നൊന്നും ബാധിക്കൂലാർന്നിരുന്ന് എങ്ങനെ ഉണ്ടാവും? അവിടെ വെള്ളം പൊന്തിയ ഈ കപ്പൽ മൊത്തം മുങ്ങും. അത് അടിത്തട്ടും താഴെത്തട്ടിലുള്ള മുങ്ങും, മുകളിലെ തട്ടിലുള്ള എല്ലാരും മുങ്ങും. ഓർത്തു വെച്ചോ, കേരളത്തിനെങ്ങാനും തീ പിടിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ കഴിയില്ല. അത് മുസ്ലിം കുട്ടികൾക്ക് മാത്രമല്ല, അത് ഇവിടെയുള്ള ക്രൈസ്തവർക്കും പോകാൻ കഴിയില്ല. ഇവിടെ കർഫ്യൂ പ്രഖ്യാപിച്ച ആരെ ബാധിക്കുക? ഒരു വിഭാഗത്തിനെ മാത്രമേ ബാധിക്കുക. ഉത്തരേന്ത്യയിൽ കാശ്മീരിലും മറ്റു ഉത്തരേന്ത്യൻ നാടുകളിലും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? അങ്ങനെയുള്ള ഒരു ലോ ആൻഡ് ഓർഡറിന്റെ പ്രശ്നം ഈ വാഴക്കാട് അങ്ങാടിയിൽ ഉണ്ടായാൽ അത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം ബാധിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ആവർത്തിച്ചു പറയുന്നു, നമ്മളെ ഭിന്നിപ്പിക്കാൻ വരുന്ന ശക്തികൾ ആരാകട്ടെ, അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ കേരളത്തിന്റെ മതസൗഹാർദ്ദം, ഈ മനുഷ്യ സൗഹാർദ്ദം നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ഈ വഖഫ് ബിൽ എന്ന് പറയുന്നത്, വഖഫ് നിയമം എന്ന് പറയുന്നത് അത് മുസ്ലിമീങ്ങളുടെ മാത്രം പ്രശ്നമല്ല, അത് ഭരണഘടനയ്ക്ക് നേരെയുള്ള പ്രശ്നമാണ്. അല്ലേ? ഇപ്പൊ ചർച്ച് ബില്ലിനെ പറ്റിയാ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് വഖഫ് ബോർഡിനാണ് എന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. എന്നാൽ RSSന്റെ ഓർഗനൈസർ പത്രം പറയുന്നത് എന്താ? ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് വഖഫ് ബോർഡിനല്ല, അത് ഇവിടുത്തെ ക്രിസ്ത്യൻ ചർച്ചുകൾക്കാണുള്ളത് എന്നാണ്. 2-3 ദിവസം കഴിഞ്ഞപ്പോ ആ ലേഖനം പിൻവലിച്ചു. പക്ഷെ ലേഖനമേ പിൻവലിച്ചിട്ടുള്ളൂ, അതിലുള്ള ആശയം ഇന്ന് വരെ ഒരാളും തന്നെ തള്ളി പറഞ്ഞിട്ടില്ല. കുരിശിന്റെ വഴി എന്ന് പറയുന്ന ഒരു ആഘോഷം, ഒരാരാധന അവര് നടത്താറുണ്ട്, ക്രൈസ്തവ സമൂഹം നടത്താറുണ്ട് എല്ലാ വർഷവും. ഇന്നലെയായിരുന്നു എന്റെ ദിവസം. ഡൽഹിയിൽ 7 കിലോമീറ്റർ ദൂരം അത് നടത്താറുണ്ട് സാധാരണ. പക്ഷെ ഇപ്രാവശ്യം അതിന് അനുവാദം കൊടുത്തിട്ടില്ല. അത് പള്ളിയുടെ ഉള്ളിൽ വെച്ച് നടത്തേണ്ടി വന്നു. അവിടെയുള്ള ഫാദർ അതിനുള്ള വിഷമം പ്രകടിപ്പിച്ചത് നമ്മൾ പത്രങ്ങളിലൂടെ കണ്ടു. എന്താ സംഭവം? ഇത് മുസ്ലിങ്ങളെ മാത്രമല്ല പ്രശ്നം, ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഓരോരുത്തരെയായി ഇല്ലായ്മ ചെയ്യുക എന്നത് ഇവിടെയുള്ള തീവ്ര ഹിന്ദുത്വ വിഭാഗത്തിന്റെ ഒരു അജണ്ടയാണ്. ആ അജണ്ടക്കെതിരിൽ ഇവിടെയുള്ള ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിമീങ്ങളും അതുപോലെ മതനിരപേക്ഷ കക്ഷികളും എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ടായിരിക്കണം സമരം മുന്നോട്ട് നയിക്കേണ്ടത്. അല്ലാതെ മുസ്ലിങ്ങൾ മാത്രം വേറിട്ട് നിന്ന് അവര് വലിയ മുദ്രാവാക്യങ്ങൾ വിളിച്ച് അവരുടെ നേതാക്കന്മാരുടെ ഫോട്ടോസൊക്കെ വെച്ച് അങ്ങനെ ഇത് ഞങ്ങളെ മാത്രം പ്രശ്നമാണ് എന്ന രീതിയിലേക്ക് കൊണ്ടുപോയ വേറുള്ളവരെ കൊണ്ട് ഒഴിഞ്ഞു പോകും. അതാ സംഭവിക്കുക. അങ്ങനെ ഈ രാജ്യത്ത് ഈ നിയമത്തെ മാറ്റാൻ കഴിയില്ല. എല്ലാവരും ഒന്നിച്ചു നിന്നെങ്കിലേ മാറ്റാൻ കഴിയുള്ളൂ. അതിന്റെ ഏറ്റവും വലിയ തെളിവെന്താ? പൗരത്വ ഭേദഗതി നിയമം. എല്ലാവരും ഒന്നിച്ച് റോട്ടിലിറങ്ങി.
അതിന് ശക്തിയുണ്ടായി, അതിന് ഫലമുണ്ടായി. ആ ഫലം കാണുന്നത് ഇപ്പോഴും ആ നിയമത്തിന് ചട്ടം ഉണ്ടാക്കിയിട്ടില്ല. അതിന് ചട്ടം ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് 10 വർഷത്തിലൊരിക്കൽ നടക്കുന്ന സെൻസസ് ഇപ്പോഴും നടന്നിട്ടില്ല. ആ സെൻസസ് നടക്കാത്തത് കൊണ്ട് രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ മുരടിച്ചു നിൽക്കുകയാണ്. എന്തിന്റെ കാരണം? അതിശക്തമായ ഒരു പ്രൊട്ടസ്റ്റ് വന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഇനിയും തൊട്ടാൽ പ്രൊട്ടസ്റ്റുകൾ വരും. അങ്ങനെ ഈ വിഷയത്തിലും രാജ്യത്ത് പ്രൊട്ടസ്റ്റുകൾ വരണം, അത് ഒന്നിച്ചുകൊണ്ട് വരണം. അതൊരിക്കലും തന്നെ അതിനെ വഴിതിരിച്ചു വിടുന്ന രീതിയിൽ സമരകാര്യങ്ങൾ നടത്താൻ പാടില്ല. അപ്പൊ നിയമ പോരാട്ടം ഒരു ഭാഗത്ത് നടക്കണം, ഒന്നിച്ചുള്ള മുന്നേറ്റം മറുഭാഗത്ത് നടക്കണം. അതോടൊപ്പം വഖഫ് എന്താണ് എന്ന ബോധവൽക്കരണം, അത് മുസ്ലിം സംഘടനകൾക്കൊക്കെ ബോധവൽക്കരണ സമ്മേളനങ്ങൾ നടത്താം, പരിപാടികൾ നടത്താം, ആ രീതിയിൽ പ്രചാരണങ്ങളും നടത്തണം. അങ്ങനെ ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നമ്മുടെ മക്കളെ പെരിന്തൽമണ്ണയിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമാക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ അമലായി പരിഗണിച്ച് തക്കതായ പ്രതിഫലം അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു സമ്പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ ഒരുപാട് നമസ്കരിച്ചു, സുന്നത്ത് നോമ്പുകൾ എടുത്തു, അതുപോലെ തന്നെ തറാവീഹ് നമസ്കരിച്ചു, ഖുർആൻ പാരായണം ചെയ്തു, സദഖകൾ കൊടുത്തു. ഈ ദാനധർമ്മങ്ങളും ആരാധനകളും ഒക്കെ അള്ളാഹു സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്ത ഉപജീവന മാർഗത്തിന് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു അവരുടെ റിസ്ക്കിന്റെ മാർഗം തുറന്നു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ എല്ലാ അപകടത്തിന്റെ ചുഴികളിൽ നിന്നും രക്ഷപ്പെടുത്തി ശരിയായ ധർമ്മത്തിന്റെ പാതയിലേക്ക് ചലിപ്പിക്കാനുള്ള ഒരു കഴിവും കരുത്തും നമ്മുടെ മക്കൾക്ക് അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين يا ارحم الراحمين. السلام عليكم ورحمة الله.